പുതിയ ഒരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എല്ലാ ആഴ്ചകളിലും ഈ രീതിയിൽ തന്നെ നമ്മുടെ സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അത് മാക്സിമം വിനിയോഗിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ആദ്യത്തെ 2 മൊഡ്യൂളായിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസും ബിൽഡിംഗ് കൺസ്ട്രക്ഷനും കമ്പൈൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഓരോ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. തീർത്തും ഒരു റിവിഷൻ എന്നുള്ള രീതിയിൽ തന്നെ പരിഗണിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് സമയം കളയാതെ തന്നെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ നിങ്ങൾ ആൻസർ പറയാൻ വേണ്ടിയിട്ട് നോക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ സെഡിമെന്ററി റോക്ക്? ഓപ്ഷൻസ് ലൈംസ്റ്റോണ്, നെയ്സ്, ഗ്രാനൈറ്റ്, ഡോളറൈറ്റ്. ഓക്കെ, അപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ളവര് ജസ്റ്റ് ഒന്ന് ആൻസർ പറയാൻ വേണ്ടിയിട്ടും കൂടി ശ്രമിക്കാം. നമുക്ക് എളുപ്പം ഓരോ ക്വസ്റ്റ്യനിലേക്കും പോകണം. കാരണം മാക്സിമം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും പ്രയോജനമായിരിക്കും. ഓക്കെ, സെഡിമെന്ററി റോക്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന റോക്കുകൾ ഈ കൂട്ടത്തിൽ ഏതാണ്? ഓക്കെ, അപ്പൊ നമ്മൾ ഇത് പറഞ്ഞു പോകുന്നതിന്റെ കൂടെ തന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും കൂടി നമുക്ക് പറഞ്ഞു പോകാം. ലൈംസ്റ്റോൺ, നെയ്സ്, ഗ്രാനൈറ്റ്, ഡോളറൈറ്റ്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ റോക്കുകളെ 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അവരുടെ ക്ലാസിഫിക്കേഷനിൽ മെയിൻ ആയിട്ട് വരുന്നത് ഇങ്ങനെ ഇഗ്നിയസ് റോക്സ്, സെഡിമെന്ററി റോക്സ്, മെറ്റാമോർഫിക് റോക്സ് എന്നുള്ള രീതിയിൽ അല്ലെ. അപ്പൊ അതിൽ ഇഗ്നിയസ് റോക്സിൽ വരുന്നതാണ് ഗ്രാനൈറ്റ്, പെഗ്മറ്റൈറ്റ്, ഡോളറൈറ്റ്, ട്രാപ്പ് ആൻഡ് ബസാൾട്ട്. ഇതില് ഈ ഇഗ്നിയസ് റോക്കിനെ തന്നെ നമുക്ക് വീണ്ടും 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം അല്ലെ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ വരുന്നതാണ് ഗ്രാനൈറ്റ്, പെഗ്മറ്റൈറ്റ്, ഡോളറൈറ്റ്, ട്രാപ്പ്, ബസാൾട്ട്. പിന്നീട് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ സെഡിമെന്ററി റോക്സ് ആണ്. സാൻഡ്സ്റ്റോൺ, ലൈംസ്റ്റോൺ, ജിപ്സം, ഷെയ്ല്, ഗ്രാവൽ ഒക്കെയാണ് സെഡിമെന്ററി റോക്സിൽ മെയിൻ ആയിട്ട് വരുന്നത്. മെറ്റാമോർഫിക് റോക്സിൽ വരുന്നതാണ് സ്ലൈറ്റ്, നെയ്സ്, മാർബിള്, ക്വാർട്സൈറ്റ്, ലാറ്ററൈറ്റ് എല്ലാം. ഓക്കെ, അപ്പോൾ നമ്മളിത് പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ PSC എക്സാമ്പിൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, എക്സാമ്പിൾസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം സെഡിമെന്ററി റോക്കിൽ വരുന്നത് ഏതാണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലെ. ലൈംസ്റ്റോൺ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. സെഡിമെന്ററി റോക്കിൽ വരുന്നതാണ് ലൈംസ്റ്റോൺ. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് നോക്കാം. The constituent of cement which acts as a binder ആണ്. സിമെന്റില് ബൈൻഡർ ആയിട്ട് ആക്ട് ചെയ്യുന്ന കോൺസ്റ്റുവൻസ് ഏതെല്ലാം? ഒന്നാമതായിട്ട് സാൻഡ് ആൻഡ് സിലിക്ക, കാർബൺ ആൻഡ് സിലിക്ക, ട്രൈക്കാൽസ്യം സിലിക്കേറ്റ്, ഡൈക്കാൽസ്യം സിലിക്കേറ്റ് ആൻഡ് കാർബൺ, ട്രൈക്കാൽസ്യം സിലിക്കേറ്റ്, ഡൈക്കാൽസ്യം സിലിക്കേറ്റ് ആൻഡ് ട്രൈക്കാൽസ്യം അലൂമിനിയം. ഓക്കെ, നോക്കുക, ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സിമെന്റില് ബൈൻഡർ ആയിട്ട് ആക്ട് ചെയ്യുന്ന കോൺസ്റ്റുവൻസ് ഏതെല്ലാമാണെന്നാണ്. ശരിക്കും പറഞ്ഞാൽ സിമെന്റ് എന്ന് പറയുന്നത് തന്നെ ഒരു ബൈൻഡർ ആണല്ലേ. അപ്പം ആ സിമെന്റിന് ബൈൻഡിങ് പ്രോപ്പർട്ടി പ്രൊവൈഡ് ചെയ്യുന്ന കെമിക്കൽസ് ഏതെല്ലാമാണെന്നാണ്. നമുക്ക് സിമെന്റിലേക്ക് വാട്ടർ ആഡ് ചെയ്യുന്ന പ്രോസസ്സ്, ആ ഒരു വാട്ടർ ആഡ് ചെയ്യുമ്പോഴത്തേനും അവിടെ സംഭവിക്കുന്നതാണ് ഹൈഡ്രേഷൻ ഓഫ് സിമെന്റ് ആണ് അല്ലെ. അപ്പൊ ആ വാട്ടറിനുമായിട്ട് കോൺടാക്റ്റിൽ വന്നതിന് ശേഷമാണ് ശരിക്കും ആ ഒരു ബൈൻഡിങ് പ്രോപ്പർട്ടി നമ്മുടെ സിമെന്റിന് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ വെള്ളവുമായിട്ട് ചേരുമ്പോൾ അവിടെ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവും. ആ കെമിക്കൽ റിയാക്ഷൻസിന്റെ ഫലമായിട്ട് എന്താ സംഭവിക്കും? പുതിയ കോമ്പൗണ്ട്സ് അവിടെ രൂപം കൊള്ളും. ആ കോമ്പൗണ്ട്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്ച്വലി ബോക്സ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബോക്സ് കോമ്പൗണ്ട്സ് ആണ് ശരിക്കും നമ്മുടെ സിമെന്റിന്റെ ബൈൻഡിങ് പ്രോപ്പർട്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ബോക്സ് കോമ്പൗണ്ട്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാറ്റില്ല അല്ലെ. ട്രൈക്കാൽസ്യം സിലിക്കേറ്റ്, ഡൈക്കാൽസ്യം സിലിക്കേറ്റ്, ട്രൈക്കാൽസ്യം അലൂമിനേറ്റ് ആൻഡ് ടെട്രാക്കാൽസ്യം അലൂമിനോ ഫെറൈറ്റ് ആണ്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ട്രൈക്കാൽസ്യം സിലിക്കേറ്റ്, ഡൈക്കാൽസ്യം സിലിക്കേറ്റ് ആൻഡ് ട്രൈക്കാൽസ്യം അലൂമിനേറ്റ്. അപ്പൊ ഇതിന്റെ കൂടെ കമന്റ് ബോക്സിൽ ചാറ്റും കൂടി ചെയ്ത് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. നമുക്ക് മാക്സിമം ഉഷാറാക്കുന്ന രീതിയിൽ തന്നെ നമ്മുടെ വീഡിയോ സെക്ഷൻ പോകുന്നതായിരിക്കും നല്ലത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടിംബർ എക്സ്ട്രാക്ടഡ് ഫ്രം ഫെൽഡ് ട്രീ ഈസ് ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് ദി ട്രീ ബിലോ. The timber extracted from felled tree is classified based on the position of the tree below. ഒന്നാമത്തെ ഓപ്ഷൻ ആണ് റഫ് ടിംബർ, then leaving timber, standing timber, deal timber. ഓക്കെ, ആൻസർ പറഞ്ഞേ. വിനിത, കിഷോർ, മിഥുൻ, ലാൽജി. ഓക്കെ, നിങ്ങൾ ആൻസറും കൂടി പറയാൻ ശ്രമിക്കുക കേട്ടോ.
ഓക്കെ, ആൻസർ വരുന്നത് റഫ് ടിമ്പർ ആണ്. റഫ് ടിമ്പറിനെയാണ് നമ്മൾ വിളിക്കുന്നത് എന്ത്? ദ ടിമ്പർ എക്സ്ട്രാക്റ്റഡ് ഫ്രം ഫെൽഡ് ട്രീ. അതായത് ഒരു മരം മുറിച്ചിടുക അല്ലെ, ആ ഒരു ടിമ്പർ നമ്മൾ വിളിക്കുന്ന പേരാണ് റഫ് ടിമ്പർ എന്നാണ് പറയുന്നത്. അതായത് പ്രോസസിംഗ് ഒന്നും ചെയ്യാത്ത ടൈപ്പ് ഓഫ് ടിമ്പറിനെ വിളിക്കുന്ന പേരാണ് റഫ് ടിമ്പർ എന്ന് പറയുന്നത്. സോ ആൻസർ വരുന്നത് എ ആണ്, റഫ് ടിമ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡീൽ എന്ന് പറയുന്നതാണ് നമ്മൾ കട്ട് ചെയ്ത് ആ ഒരു മാർക്കറ്റ് ഫോംസ് ഓഫ് ടിമ്പറിൽ വരുന്നതാണ് ഡീൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞ് കുറെ ക്വസ്റ്റ്യൻസ് കൂടി ആയി കഴിയുമ്പോഴത്തേനും ഡീൽ എന്താണ്, പാറ്റേൺസ് എന്താണ്, ഇങ്ങനെയുള്ള കുറെ ഡേറ്റകളും കൂടി നമുക്ക് പറയാം. ഓക്കെ, നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ചിപ്പ് മാർക്ക്, ഡയഗണൽ ഗ്രെയിൻ, ടോൺ ഗ്രെയിൻ ആൻഡ് ഗ്രെയിൻ ആർ ദ ഡിഫക്ട്സ് ഇൻ ടിമ്പർ ഡ്യൂട്ട്. ഡിഫക്ട്സ്, ടിമ്പറിലെ ഡിഫക്ട്സ് എല്ലാ എക്സാമുകൾക്കും ഫസ്റ്റ് ഗ്രേഡ് ആയാലും സെക്കൻഡ് ഗ്രേഡ് ആയാലും തേർഡ് ഗ്രേഡ് ആയാലും എല്ലാം എക്സാമുകൾക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ആ ഒരു ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഷുവർ ആയിട്ട് വരുന്നതാണ്. അപ്പോ ചിപ്പ് മാർക്ക്, ഡയഗണൽ ഗ്രെയിൻ, ടോൺ ഗ്രെയിൻ ആൻഡ് ഗ്രെയിൻ എന്ന് പറയുന്ന ഡിഫക്റ്റുകളെല്ലാം ടിമ്പറിൽ എന്ത് മൂലം ഉണ്ടാകുന്നതാണ്? ഇൻസെക്ട്, കൺവേർഷൻ, സ്റ്റാൻഡിംഗ് ടിമ്പർ, ഡീൽ ടിമ്പർ. ഓക്കെ, മിഥുൻ ബി ആണ് ആൻസർ പറഞ്ഞേക്കുന്നത് കേട്ടോ. അതുപോലെ എല്ലാവരും കമന്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നതനുസരിച്ചായിരിക്കും നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് തരാനും കൂടുതൽ ഡേറ്റ പറയാനുള്ള ഒരു ഇത് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ആൻസർ മിഥുൻ പറഞ്ഞത് കറക്റ്റ് ആണ്. കൺവേർഷൻ മൂലം ആകെ 4 ഡിഫക്റ്റുകളാണ് ഉണ്ടാകുന്നത്. ചിപ്പ് മാർക്ക്, ഡയഗണൽ ഗ്രെയിൻ, ടോൺ ഗ്രെയിൻ ആൻഡ് വെയിൻ എന്നാണ് ആ ഒരു ഡിഫക്റ്റുകളുടെ പേര്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത്, according to IS 8041/1990, which type of cement is recommended to use when high early strength is required? ഹൈ എയർലി സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് ടൈപ്പ് സിമെന്റ് യൂസ് ചെയ്യുമ്പോഴാണ്? ഓക്കെ, ആക്ച്വലി നമുക്ക് അറിയാം എല്ലാ സിമെന്റുകൾക്കും ഓരോ കോഡുകൾ പറയുന്നുണ്ട് അല്ലേ. അപ്പൊ 8041 പറയുന്ന ഏത് കോഡാണെന്നും കൂടിയാണ് ഈ ഒരു, ഇപ്പൊ ഈ ക്വസ്റ്റിനിൽ തന്നെ 2 കാര്യങ്ങളാണ് ഇരിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെന്റ്, ദെൻ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ്, സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെന്റ്, റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ്. ഓക്കെ, നിങ്ങൾ ആൻസർ തെറ്റിപ്പോയാലും ഒരു പ്രശ്നമില്ല, അത് കമന്റ് ചെയ്യാം കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് പല ടൈപ്പ് ഓഫ് സിമെന്റുകളുണ്ട്, ഒരുപാട്. നമ്മൾ പല പുസ്തകങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാണും. പക്ഷെ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ട കുറച്ച് സിമെന്റുകൾ ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് സിമെന്റ് ഒക്കെ പഠിക്കാൻ എല്ലാവർക്കും ഭയങ്കര മടിയാണ്, എന്നാലും അറ്റ്ലീസ്റ്റ് ഇതാ ഈ പറയുന്ന കാര്യങ്ങളെങ്കിലും ഒന്ന് നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഒന്നാമത് നോക്കി ആസിഡ് റെസിസ്റ്റൻസ് സിമെന്റ് ആണ്. ആസിഡ് റെസിസ്റ്റൻസ് സിമെന്റ് നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് കെമിക്കൽ ഇൻഡസ്ട്രിയിലാണ് കേട്ടോ. ഇതാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. ഈ കീവേഡ് മാത്രം നോക്കിയിട്ട് പോയാൽ മതി, മസ്റ്റ് ആയിട്ട് ഒരു മാർക്ക് കിട്ടും. രണ്ടാമത്തത് ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ് സിമെന്റ്. ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ് സിമെന്റും അതുപോലെ തന്നെ ലോ ഹീറ്റ് സിമെന്റും നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? മാസ് സ്ട്രക്ചേഴ്സിന് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഓപ്ഷൻ വരുന്നത് പ്രകാരം വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ് സിമെന്റ് നമ്മൾ മറൈൻ സ്ട്രക്ചേഴ്സിനും യൂസ് ചെയ്യാറുണ്ട്. അടുത്ത നോക്കിയാൽ ഹൈ അലൂമിന സിമെന്റ് ആണ്. ഹൈ അലൂമിന സിമെന്റ് ഫർണസിലും ചിമ്മിനിയിലും കിലണിലും എന്താണ് ഇവയുടെ പ്രത്യേകത? ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും അല്ലെ. ഹൈ ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള സിറ്റുവേഷനുകളിൽ ഉപയോഗിക്കുന്ന സിമെന്റ് ആണ് ഹൈ അലൂമിന സിമെന്റ് എന്ന് പറയുന്നത്. പിന്നീട് വരുന്നത് പോർട്ട്ലാൻഡ് പോർസലോണ സിമെന്റ് ആണ്. അതും മാസ് സ്ട്രക്ചേഴ്സിനും മറൈൻ സ്ട്രക്ചേഴ്സിനും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നീട് വരുന്ന സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെന്റ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നടന്ന ഗ്രേഡ് 1 എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെന്റ്. ഓക്കെ, കനാൽ ലൈനിങ്ങിനും സീവേജ് വർക്കിനും അതുപോലെ സൾഫേറ്റിന്റെ കണ്ടന്റ് ഒക്കെ വരുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെന്റ് ആണ്. പിന്നീട് ക്വിക്ക് സെറ്റിംഗ് സിമെന്റ് ആണ്. ഇതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വിക്ക് വട്ട് സെറ്റിംഗ് സിമെന്റ് ഈസ് യൂസ്ഡ് ഫോർ അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിമെന്റ് ആണ് ക്വിക്ക് സെറ്റിംഗ് സിമെന്റ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് സിമെന്റ് ഈസ് റെക്കമെൻഡഡ് ടു യൂസ് വെൻ ഹൈ എയർലി സ്ട്രെങ്ത് ഈസ് റിക്വയർഡ്? എന്തിനു വേണ്ടിയിട്ടാണ് ഹൈ എയർലി സ്ട്രെങ്ത് ആവശ്യം? പെട്ടെന്ന് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ഹോംവർക്കിനെ റിമൂവ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ പെട്ടെന്ന് സ്ട്രെങ്ത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു കൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങൾ, അതായത് എമർജൻസി സിറ്റുവേഷൻസിൽ ഉപയോഗിക്കുന്ന സിമെന്റ് ഏതാണെന്നാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ മീനിങ്. ഓക്കെ, അപ്പൊ എന്താണ് എമർജൻസി സിറ്റുവേഷൻസിൽ ഉപയോഗിക്കുന്ന സിമെന്റ് ആണ് റാപ്പിഡ് ഹാർഡനിങ്, പെട്ടെന്ന് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യുന്ന സിമെന്റ്. ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ്. ഓക്കെ, നിങ്ങൾ തെറ്റിയാലും പ്രശ്നമില്ല, ജസ്റ്റ് കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ടെമ്പററി സ്ട്രക്ചർ ടു സപ്പോർട്ട് ആർച്ച് ഡ്യൂറിംഗ് ഇറ്റ്സ് കൺസ്ട്രക്ഷൻ. ഇതൊക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ആർച്ചിന്റെ കൺസ്ട്രക്ഷന് നമ്മൾ ഉപയോഗിക്കുന്ന ടെമ്പററി സപ്പോർട്ടിനെ വിളിക്കുന്ന പേരെന്താ? ഷട്ടറിങ്, പോസ്റ്റ്, സപ്പോർട്ട്, സെന്റർ. ആർച്ചിന്റെ കൺസ്ട്രക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് വിളിക്കുന്ന പേരാണ് സെന്ററിങ്. ഓക്കെ, സെന്ററിങ്.
ഓക്കെ, അപ്പൊ നമ്മൾ ശരിക്കും ഈ ആർച്ചിന്റെ കേസിൽ പറയുന്നതാണ് സ്ട്രൈക്കിംഗ് ഓഫ് സെന്ററിങ് അല്ലെ. ആർച്ചിന്റെ കൺസ്ട്രക്ഷൻ നമ്മൾ പറയുന്നതാണ് ആ സെന്ററിങ് നമ്മൾ കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സെറ്റ് ഔട്ടിനെ വിളിക്കുന്ന പേരാണ് സ്ട്രൈക്കിംഗ് എന്ന് പറയും. അപ്പൊ സെന്ററിങ് ആണ് ആർച്ചിന്റെ കൺസ്ട്രക്ഷന്റെ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ടെമ്പററി സപ്പോർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫ്ലോർസ് യൂസ്ഡ് ഇൻ ഡാൻസിംഗ് ഹാൾസ്, ഓഡിറ്റോറിയംസ് എക്സെട്ര. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ആൻഡ് ഇത് എപ്പോഴും നമ്മുടെ പരീക്ഷകൾക്ക് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, വുഡൻ ഫ്ലോർ, ടെറാസ ഫ്ലോർ, ഗ്രാനോലിത്തിക് ഫ്ലോർ, മൊസൈക് ഫ്ലോർ. ഇതിൽ ഏതാണ് ഡാൻസിംഗ് ഹാൾസ്, ഓഡിറ്റോറിയം ഇവിടെ എല്ലാം യൂസ് ചെയ്യുന്നത്? ആൻസർ വരുന്നത് വുഡൻ ഫ്ലോർ ആണ്. വുഡൻ ഫ്ലോർ ആണ് നമ്മൾ മെയിൻ ആയിട്ടും ഡാൻസിംഗ് ഹാൾസിലും ഓഡിറ്റോറിയത്തിലും എല്ലാം യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മുടെ ഇപ്പോഴത്തെ PSC എക്സാമുകൾക്കൊക്കെ വളരെ സുപരിചിതമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെ. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കോളുക, പോർസലോണ ഇസ് ആഡഡ് ടു സിമെന്റ് ടു ഇൻക്രീസ് എയർലി സ്ട്രെങ്ത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് റെഡ്യൂസസ് ദി ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ. അപ്പൊ പോർസലോണ മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മുടെ സിലബസുകളിൽ ഉള്ളതാണ് കേട്ടോ. അപ്പം മെയിൻ ആയിട്ട് നിങ്ങൾ ഈ എക്സാമുകൾക്ക് പഠിക്കുന്ന സമയത്ത് സിലബസ് മാക്സിമം കവർ ചെയ്ത് പഠിക്കാൻ തന്നെ നോക്കുക. കാരണം ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറയുന്നത് PSCയുടെ ഒരു രീതി, സിലബസിലുള്ളത് മാക്സിമം ഒരു കവർ ചെയ്ത് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ ഉള്ളത്. ഓക്കെ, പോർസലോണ ഈസ് ആഡഡ് ടു സിമെന്റ് ടു ഇൻക്രീസ് എയർലി സ്ട്രെങ്ത്. അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് റെഡ്യൂസസ് ദി ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ. അപ്പോ ഓപ്ഷൻസ് നോക്കുക, നോക്കിയതിനു ശേഷം ആൻസർ പറയാൻ വേണ്ടി ശ്രമിക്കുക. Both statement 1 and statement 2 are individually true and statement 2 is the correct explanation of statement 1 എന്നാണ് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തത്, both statement 1 and 2 are individually true but statement 2 is not the correct explanation of statement 1. മൂന്നാമത്തെ ഓപ്ഷൻ ആണ് statement 1 is true but statement 2 is false. നാലാമത്തെ ഓപ്ഷൻ, statement 1 is false but statement 2 is true. ആൻസർ അറിയാവുന്നവർ അല്ലെങ്കിൽ ആൻസർ കറക്റ്റ് ആണെന്ന് തോന്നുന്നവർക്ക് കമന്റ് ചെയ്യാം. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് പോർസലോണ മെറ്റീരിയൽസ്. നമ്മൾ സാധാരണ പോർസലോണ മെറ്റീരിയൽസ് ഒക്കെ സിമെന്റിൽ ആഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ എക്കണോമിക്കലായിട്ട് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. അല്ലാതെ പോർസലോണ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് സ്ട്രെങ്തിനെ ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ള ഒരു ഇതില്ല. മെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എക്കണോമിക്കലായിട്ട് ആ ഒരു കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇൻക്രീസ് എയർലി സ്ട്രെങ്ത് എന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് ഇറ്റ് റെഡ്യൂസസ് ദി ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ, അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം പോർസലോണ മെറ്റീരിയൽസ് ആഡ് ചെയ്യുമ്പോൾ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കുറവായിരിക്കും സിമെന്റ് ഉപയോഗിക്കുന്നതിനേക്കാളും. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെന്റ് 1 ഫോൾസ് ആണ്, പക്ഷെ സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് ശരിയാണ്. സോ ഓപ്ഷൻ D ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി പെർസെന്റേജ് ഓഫ് അലൂമിന ഇൻ എ ഗുഡ് ബ്രിക്കർ ലൈസ് ബിറ്റ്വീൻ. നമ്മുടെ ബ്രിക്ക് എർത്തില് നമുക്കറിയാം പല പല ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലേ. ഏകദേശം സിമെന്റിലും നമ്മുടെ ബ്രിക്കിന്റെ എർത്തിലും എല്ലാം ഇൻഗ്രീഡിയൻസ് എല്ലാം സെയിം തന്നെയാണ്, പക്ഷെ അതിന്റെ കോമ്പോസിഷനിലാണ് വ്യത്യാസമുള്ളത്. ഓക്കെ, അപ്പൊ പഠിക്കുന്ന സമയത്ത് കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ അലൂമിനയുടെ കണ്ടന്റ് ഗുഡ് ബ്രിക്ക് എർത്തിൽ, അലൂമിനയാണ് വളരെ പ്രധാനപ്പെട്ട ബ്രിക്ക് എർത്തിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് അല്ലെ. കാരണം നമുക്ക് ബ്രിക്കിന് വേണ്ടത് എന്താണ്? പ്ലാസ്റ്റിസിറ്റിയാണ്. അത് പ്രൊവൈഡ് ചെയ്യുന്നത് അലൂമിനയാണ്. സോ അലൂമിനയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ഗുഡ് ബ്രിക്ക് എർത്തിൽ എത്രയാണ് വേണ്ടത്? 20 to 30% ആണ് വേണ്ടത്. അതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, എപ്പോഴും എക്സാമുകൾക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിക്ക് ലെങ്ത്, വിഡ്ത്ത് ആൻഡ് തിക്നെസ് ഓഫ് മോർട്ടാർ ഇൻ ദ ബ്രിക്ക് മേസൺറി ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ ബൈ. അതായത് ഏത് റിലേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും ബ്രിക്ക് ലെങ്ത്, വിഡ്ത്ത് ആൻഡ് തിക്നെസ് ഓഫ് മോർട്ടാർ, അതിന്റെ ആ ഒരു റിലേഷൻഷിപ്പ് ഈ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഒന്നാമത്തെ ഓപ്ഷൻ L ഈസ് ഈക്വൽ ടു, അതായത് ബ്രിക്ക് ലെങ്ത് ഈസ് ഈക്വൽ ടു ബ്രിക്കിന്റെ വിഡ്ത്ത് പ്ലസ് 2T. അടുത്തത് L ഈസ് ഈക്വൽ ടു 2B, then L ഈസ് ഈക്വൽ ടു B പ്ലസ് T, L ഈസ് ഈക്വൽ ടു 2B പ്ലസ് T. ഇതാണ് ഓപ്ഷൻസ്. അപ്പൊ നമുക്കറിയാം ഒരു ബ്രിക്കിന്റെ ഡയമെൻഷൻസ് അല്ലെ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡയമെൻഷൻ എത്രയാണ്? 19/9/9 സെന്റിമീറ്റർ അല്ലെ. ഇതൊക്കെ പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. 19/9/9 സെന്റിമീറ്റർ ആണ് മോർട്ടാർ ഒന്നും ഇല്ലാതെയുള്ള സാധാ ഡയമെൻഷൻ എന്ന് പറയുന്നത്, നോർമൽ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത്. ഈ 19 എന്താ? ലെങ്ത് ഓഫ് ബ്രിക്ക് ആണ്, വിഡ്ത്ത് ഓഫ് ബ്രിക്ക് ആണ്. ഏത്? ഈ 9 ആൻഡ് ഇത് പറയുന്നത് എന്താണ്? ആ ഒരു ലെങ്തും വിഡ്ത്തും ഹൈറ്റും അല്ലെ. ഈ ഒരു രീതിയിലാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോ നമുക്ക് ഇവിടെ ഹൈറ്റിന്റെ കാര്യമൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷേ ഈ ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് 19 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 19 ഈസ് ഈക്വൽ ടു
2 × 9 പ്ലസ് 1 അല്ലേ? അതായത് 2b പ്ലസ് തിക്നെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? തിക്നെസ് എന്താ? മോർട്ടാറിന്റെ തിക്നെസ് നമ്മൾ എത്രയാ കണക്കാക്കുന്നത്? 1 സെന്റിമീറ്റർ എന്നാണ് കണക്കാക്കുന്നത് അല്ലെ? എന്ന് വെച്ചാൽ ബ്രിക്ക് മേസൺറിയിൽ ബ്രിക്കിന്റെ 20/10/10 സെന്റിമീറ്റർ എന്നല്ലേ നമ്മൾ പറയുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ ആ ഒരു നോമിനൽ സൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 20/10/10 സെന്റിമീറ്റർ ആണ്. അതെങ്ങനെയാ വരുന്നത്? 1 സെന്റിമീറ്റർ മോർട്ടാർ തിക്നെസ്സോട് കൂടിയുള്ള ബ്രിക്കിന്റെ സൈസ് ആണ് 20/10/10 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രകാരം നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതാ കറക്റ്റ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The horizontal force provided to strengthen a wall of irregular small stone is known as. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ലേസിംഗ് കോഴ്സ്, സ്ട്രിംഗ് കോഴ്സ്, ബ്ലോക്കിംഗ് കോഴ്സ് ആൻഡ് ഫ്രീസ് കോഴ്സ്. ഇതാണ് ഓപ്ഷൻസ്. അപ്പം ഇതില് ഈ ഫ്രീസും ബ്ലോക്കിംഗ് കോഴ്സും എല്ലാം പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. സ്ട്രിംഗ് കോഴ്സും ലേസിംഗ് കോഴ്സും ഒക്കെ എപ്പോഴും വരുന്നതാണ്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ ഒരു വോളിന് സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഹൊറിസോണ്ടൽ കോഴ്സിനെ വിളിക്കുന്ന പേര്? ഓക്കെ, ഈ നമ്മുടെ കോർണിസ് എന്താണെന്ന് അറിയാലോ അല്ലെ? ഈ കോർണിസിന്റെ ഓർണമെന്റൽ വർക്ക്സ് പ്രൊവൈഡഡ് അല്ലെ? അതാണ് കോർണിസ്. അപ്പൊ ഈ ഒരു ഓർണമെന്റൽ കോഴ്സിന്റെ താഴെ കൊടുക്കുന്ന ഈ ഒരു കോഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫ്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ കോർണിസിന്റെ മുകളിൽ ഇതുപോലൊരു കോഴ്സ് കൊടുക്കുമെന്ന് വിചാരിക്കും, അതിനെ വിളിക്കുന്ന പേരാണ് ഏത്? ഈ ഒരു ബ്ലോക്കിംഗ് കോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്ലോക്കിംഗ് കോഴ്സും ഫ്രീസും. അപ്പൊ കോർണിസിന്റെ മുകളിൽ കൊടുക്കുന്നത് എന്താണ്? ബ്ലോക്കിംഗ് കോഴ്സ്, ദെൻ കോർണിസ്, ഫ്രീസ്. ഓക്കെ, അപ്പൊ ആൽഫബറ്റിക് ഓർഡറിൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ബ്ലോക്കിംഗ് കോഴ്സ് കോർണിസിന് മുകളിൽ കൊടുക്കുന്നു, കോർണിസിന് താഴെ ഫ്രീസ് കൊടുക്കും. ലേസിംഗ് കോഴ്സ് ആണ് നമ്മുടെ വോളിന് സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇറഗുലർ ആയിട്ടുള്ള ആ ഒരു ഹൊറിസോണ്ടൽ കോഴ്സ് എന്ന് പറയാം. ഓക്കെ, ലേസിംഗ് കോഴ്സ്. സ്ട്രിംഗ് കോഴ്സ് എന്നൊക്കെ ജസ്റ്റ് ഒരു ഓർണമെന്റൽ ബ്യൂട്ടിക്ക് വേണ്ടി, മീൻസ് ഒരു ആർക്കിടെക്ചറൽ അല്ലെ, ഒരു ജസ്റ്റ് ഒരു അപ്പിയറൻസ്, ഡെക്കറേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു കോഴ്സ് ആണ് സ്ട്രിംഗ് കോഴ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. What is the temporary structure to remove water and soil from an area and make it possible to carry out the construction work under reasonably dry condition? Okay, അപ്പോ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. വാട്ട് ഈസ് ദ ടെമ്പററി സ്ട്രക്ചർ? ടെമ്പററി സ്ട്രക്ചർ ആണ്. ഓക്കെ, ഈ ടെമ്പററി സ്ട്രക്ചർ പോലെ വരുന്ന ഒരു പെർമനന്റ് സ്ട്രക്ചറും ഉണ്ട് അല്ലേ? ഓക്കെ, ടെമ്പററി സ്ട്രക്ചർ ടു റിമൂവ് വാട്ടർ ആൻഡ് സോയിൽ ഫ്രം ആൻ ഏരിയ ആൻഡ് മേക്ക് ഇറ്റ് പോസിബിൾ ടു ക്യാരി ഔട്ട് ദി കൺസ്ട്രക്ഷൻ വർക്ക് അണ്ടർ റീസണബ്ലി ഡ്രൈ കണ്ടീഷൻ. നമ്മൾ യൂസ് ചെയ്യുന്ന ടെമ്പററി സ്ട്രക്ചർ ഏതാണ്? കോഫർ ഡാം, പിയർ ഫൗണ്ടേഷൻ, കേസൺ, സ്ട്രിപ്പ് ഓർ പാക്ക് ഫൗണ്ടേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് കോഫർ ഡാമും കേസണും ഒക്കെ എല്ലാവർക്കും സംശയങ്ങൾ ഉള്ളതാണ്. പക്ഷെ ടെമ്പററി സ്ട്രക്ചർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? കോഫർ ഡാം ആണ്. കേസൺ ഒരു പെർമനന്റ് സ്ട്രക്ചറും ആണ്. ഓക്കെ, എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വെരി ഗുഡ്. ഓക്കെ, കോഫർ ഡാം ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇതുപോലെ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. താങ്ക് യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Suitable span for a double joint timber floor is. Double joint അല്ല കേട്ടോ, double joist ആണ്. ഓക്കെ, double joist timber floor. Suitable span for a double joist timber floor is. ഒരു ടിംബർ ഫ്ലോർ, അത് നമുക്കറിയാം. ടിംബർ ഫ്ലോർ എന്ന് വെച്ചാൽ സിംഗിൾ ജോയിസ്റ്റ് ഉണ്ട്, ഡബിൾ ജോയിസ്റ്റ് ഉണ്ട്, ട്രിപ്പിൾ ജോയിസ്റ്റ് ഉണ്ട് അല്ലെ? അതിൽ ഏത് സ്പാൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡബിൾ ജോയിസ്റ്റിന് വേണ്ടിയിട്ട്? ഓക്കെ, അറിയാവുന്നവർ കമന്റ് ചെയ്യുക. ഇതില് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ സിംഗിൾ ജോയിസ്റ്റും ഡബിൾ ജോയിസ്റ്റും ട്രിപ്പിൾ ജോയിസ്റ്റും ഉണ്ട്. നമ്മുടെ സ്പാൻ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ് ഫ്ലോറിന്റെ അകത്ത്. ഓക്കെ, അപ്പൊ സിംഗിൾ ജോയിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, സിംഗിൾ ജോയിസ്റ്റ് ഞാനിവിടെ ഷോർട്ട് ആയിട്ട് എഴുതുന്ന കേട്ടോ. സിംഗിൾ ജോയിസ്റ്റ് ഫ്ലോർ ആണെന്നുണ്ടെങ്കിൽ സ്പാൻ എന്ന് പറയുന്നത് എപ്പോഴും അപ് ടു ഒരു 4 മീറ്റർ അല്ലെങ്കിൽ ഒരു 3.6 മീറ്റർ ആ ഒരു റേഞ്ച് ആണ്. ഓക്കെ, സോ അപ് ടു ഒരു 4 മീറ്റർ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ സിംഗിൾ ജോയിസ്റ്റ് ഫ്ലോർ ആയിട്ട് അതിനെ കണക്കാക്കുന്നത് അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അടുത്ത ഡബിൾ ജോയിസ്റ്റ് ഫ്ലോർ ആണെങ്കിൽ ഏതാണെന്നുള്ളത് ആൻസർ ഇതിലുണ്ട്. ആൻഡ് പിന്നെ ഇവിടെ വരുന്നതാണ് ട്രിപ്പിൾ ജോയിസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത്. അപ്പൊ ഡബിൾ ജോയിസ്റ്റ് ഫ്ലോർ ആണെങ്കിൽ നമ്മൾ ജനറൽ ആയിട്ട് പറയുന്നത് 3.6 to 7.5 മീറ്റർ ആണ്. ഓക്കെ, അതുപോലെ ട്രിപ്പിൾ ജോയിസ്റ്റ് ഫ്ലോർ ആണെന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ 7.5 മീറ്റർ ആണെങ്കിലാണ് ട്രിപ്പിൾ ജോയിസ്റ്റ് ഫ്ലോർ എന്ന് നമ്മൾ പറയുന്നത്. ഇത് സാധാരണ പരീക്ഷകൾക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന എക്സാമുകൾക്കൊക്കെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ.
ഓക്കെ, അത് കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഏതാണ്? 3.6 മീറ്റർ ടു 7.5 മീറ്റർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ ഓർഡിനറി റെസിഡൻഷ്യൽ ബിൽഡിംഗ് DPC മേ ബി പ്രൊവൈഡഡ്. എവിടെയാണ് DPC പ്രൊവൈഡ് ചെയ്യുന്നത്? DPC നമ്മുടെ സിലബസിലുള്ള ഒരു ടോപ്പിക് ആണ്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ബിറ്റ്വീൻ ഗ്രൗണ്ട് ലെവൽ ആൻഡ് വാട്ടർ ടേബിൾ ലെവൽ, അറ്റ് ഗ്രൗണ്ട് ലെവൽ, അറ്റ് പ്ലിന്ത് ലെവൽ, അറ്റ് സിൽ ലെവൽ. എവിടെയാണ് DPC പ്രൊവൈഡ് ചെയ്യുന്നത്? DPC പ്രൊവൈഡ് ചെയ്യുന്നത് യൂഷ്വലി അറ്റ് പ്ലിന്ത് ലെവലാണ് കേട്ടോ. പ്ലിന്ത് ലെവലിലാണ് നമ്മൾ DPC, ഡാംപ് പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് പ്ലിന്ത് ലെവലിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. As per IS 6198 1992, thickness of top and bottom ledges of a ledged type of wooden doors should be. ledged type of door എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ? ആ ledged type of ഡോറിലെ ലെഡ്ജസിന്റെ, ടോപ്പ് ആൻഡ് ബോട്ടം ലെഡ്ജസിന്റെ തിക്നെസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു കോഡ്, നമ്മൾ സാധാരണ കോഡൊന്നും വായിക്കാറില്ല, എന്നാലും ഈ ഒരു കോഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ വളരെ കുറച്ച് പേജുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിൽ മൊത്തം പറയുന്നത് ഈ ഒരു ഡോറിന്റെ കാര്യമാണ്. ഓക്കെ, ഡോറിന്റെ തിക്നെസ് എത്രയാണ്, ബാറ്റേൺസ് എത്രയാണ്, ബ്രേസസ് എത്രയാണ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ മാത്രം. ഓക്കെ, കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ആകെ ഒരു 2, 3, 4 പേജുകളെ ആ ഒരു കോഡിലുള്ളൂ. ഓക്കെ, അപ്പോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ തിക്നെസ് ഓഫ് ടോപ്പ് ആൻഡ് ബോട്ടം ലെഡ്ജസ് ഓഫ് എ ലെഡ്ജഡ് ടൈപ്പ് വുഡൻ ഡോർ ആണ്. അപ്പോൾ ഇതില് നമ്മുടെ കോഡ് നോക്കിക്കഴിഞ്ഞാൽ ഈ ലെഡ്ജിന്റെ ഡയമെൻഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് അതിന്റെ ടോളറൻസ് വാല്യൂ കൂടി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സർവേയിലൊക്കെ ഉണ്ടല്ലേ ടോളറൻസ്, +or-5 mm, +or-8 mm എന്നൊക്കെ. ഓക്കെ, അപ്പൊ ആ ഒരു ലിമിറ്റ് വരെ കൂടുകയോ കുറയുകയോ ചെയ്യാം എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെ കൊടുക്കുന്നത്. അപ്പൊ ടോളറൻസിന്റെ വാല്യൂ കൂടെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യമേ തിക്നെസ് എത്രയാന്ന് പറയാം. തിക്നെസ് വരുന്നത് 25 mm ആണ്. ഓക്കെ, 25 mm. ടോപ്പ് ആൻഡ് ബോട്ടം ലെഡ്ജസ് ഓഫ് ലെഡ്ജഡ് ടൈപ്പ് വുഡൻ ഡോറിന് മാത്രമല്ല 25 mm വരുന്നത്. വേണമെങ്കിൽ ഇതും ചോദിക്കാം കേട്ടോ. നമ്മൾ ആ ഒരു ഡോറിൽ യൂസ് ചെയ്യുന്ന ബ്രേസസിനും അതുപോലെ തന്നെ ബാറ്റേൺസ് ഉണ്ടല്ലോ, ബാറ്റേൺസ് യൂസ് ചെയ്താൽ ആ ബാറ്റേൺസിനും ഒക്കെ 25 mm ആണ്. അതിനോടൊപ്പം തന്നെ ഒരു ടോളറൻസ് വാല്യൂ ഉണ്ട്. 25 ±1.5 ആണ് കേട്ടോ. 1.5. ഓക്കെ, ഇങ്ങനെയാണ് അതിൽ കിടക്കുന്നത്. അപ്പൊ എന്തായിരിക്കും? യൂണിറ്റ് mm. ഓക്കെ, അപ്പൊ 25 ±1.5 mm എന്നാണ് കോഡ് കിടക്കുന്നത്. ടോളറൻസ് വാല്യൂ കൂടെ പഠിച്ചു വെച്ചാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. Which of the doors provides entrance to one and exit to another simultaneously and closes automatically when not in use? Okay, ക്വസ്റ്റ്യൻ ഇതാണ്. Which of the doors, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ഡോറാണ് അത് സെയിം സമയത്ത് തന്നെ, ഒരേ സമയത്ത് തന്നെ എന്താണ് എൻ്റർ ചെയ്യാനും എക്സിറ്റ് ആവാനും വേണ്ടിയിട്ട് സഹായിക്കുന്നത്, അതിനുശേഷം ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവുകയും ചെയ്യും? ഏതാണ്? സ്ലൈഡിംഗ് ഡോറ്, റിവോൾവിംഗ് ഡോറ്, കൊളാപ്സിബിൾ ഡോറ്, ഫ്ലഷ് ഡോർ. ആൻസർ വരുന്നത് ഓക്കെ, കറക്റ്റ് ആണ് വിനിത പറഞ്ഞത്. ആൻസർ ബി ആണ്, റിവോൾവിംഗ് ഡോർ ആണ്. റിവോൾവിംഗ് ഡോർ ഇങ്ങനെ കറങ്ങി അല്ലേ, നമുക്ക് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരാൾക്ക് ഇറങ്ങുകയും ചെയ്യാം, ഒരാൾക്ക് കയറുകയും ചെയ്യാം. ഓക്കെ, റിവോൾവിംഗ് ഡോർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദി മോയ്സ്ചർ കണ്ടന്റ് ഓഫ് ടിമ്പർ ആഫ്റ്റർ സീസണിങ്ങിന് ശേഷമുള്ള ടിമ്പറിന്റെ മോയ്സ്ചർ കണ്ടന്റ് റേഞ്ച് 4 to 6%, 8 to 10%, 6 to 8%, 10 to 12%. ഓക്കെ, നമ്മൾ യൂഷ്വൽ ആയിട്ട് സീസണിങ്ങിന് ശേഷമുള്ള ടിമ്പറിന്റെ മോയ്സ്ചർ കണ്ടന്റ് നമ്മൾ പഠിക്കാറുള്ള ഒരു വാല്യൂ ഞാൻ പറയാം. 8 മുതൽ 12% വരെയാണെന്നാണ് കേട്ടോ. 8 മുതൽ 12%. അപ്പൊ നോക്കിയാൽ നമ്മുടെ ഓപ്ഷൻ്റെ അകത്ത് 8 മുതൽ 10 ഉണ്ട്, 10 മുതൽ 12 ഉണ്ട്. അപ്പൊ നമ്മൾ ഏത് മാർക്ക് ചെയ്യും അല്ലെ? അപ്പൊ അവിടെ കൺഫ്യൂഷൻ വരാം. നമ്മൾ യൂഷ്വലി പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കുന്നെങ്കിലും ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അതെ, കിഷോർ കറക്റ്റ് ആണ് പറഞ്ഞത്. 10 മുതൽ 12% വരെയാണ് നമ്മുടെ PSC എക്സാമിന്റെ ആൻസർ. ഓക്കെ, 10 മുതൽ 12% കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ. ഓക്കെ, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ പിച്ച്ഡ് റൂഫ്, റാഫ്റ്റേഴ്സ് ആർ ദി മെമ്പേഴ്സ് ലെയ്ഡ്. റൂഫിൽ പല കമ്പോണൻസ് ഉണ്ട്, റാഫ്റ്റേഴ്സ് ഉണ്ട്, പർലിൻസ് ഉണ്ട്, അതുപോലെ തന്നെ കോമൺ റാഫ്റ്റർ, പ്രിൻസിപ്പൽ റാഫ്റ്റർ, ക്ലീറ്റ്സ് അല്ലെ. അപ്പൊ അതിൽ റാഫ്റ്റേഴ്സ് എന്ന് പറയുന്ന മെമ്പേഴ്സ് ലേ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ടു റിഡ്ജ് അലോങ് ദി ബേസ്, ഈസ് പാരലൽ ടു റിഡ്ജ് ആൻഡ് ഈസ് അലോങ് ദി ഗേബിൾ വോൾ, ലൈൻ ഓഫ് 2 സ്ലോപ്സ് മീറ്റിംഗ് ലൈൻ. ഇതാണ് നമ്മുടെ ഓപ്ഷൻസ്. വായിച്ചു നോക്കിയതിന് ശേഷം ആൻസർ പറയാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ആൻസർ നിങ്ങൾ പറയാതിരിക്കുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പോ നമ്മുടെ വരുന്നത് റാഫ്റ്റേഴ്സ്. നമുക്ക് ജസ്റ്റ് റൂഫിന്റെ പടം കൂടി കാണിച്ചേക്കാം. ഒരു റൂഫില് അറിയാലോ റിഡ്ജ് എന്താണെന്ന് അറിയാലോ അല്ലെ? റിഡ്ജ് എന്ന് വെച്ചാൽ ഈ ഒരു രീതിയിൽ ഇങ്ങനെ നീളത്തിൽ പോകുന്ന ഒരു കമ്പോണന്റ് ആണ് റിഡ്ജ്, നീളത്തിൽ പോകുന്നത്. ഓക്കെ, ഇപ്പൊ എനിക്ക് 2D ആയതുകൊണ്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. സോ നീളത്തിൽ
പോകുന്ന ഒരു കമ്പോണന്റ് ആണ് റിഡ്ജ് എന്ന് പറയുന്നത്, റിഡ്ജ് ബോർഡ്. അപ്പോൾ ഈ റിഡ്ജ് എന്താ, ആ ഒരു റിഡ്ജ് ബോർഡിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് നീളത്തിൽ വെക്കുന്ന ഒരു മെമ്പറാണ് റാഫ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഇങ്ങനെ കണ്ടോ, ഈ ഒരു രീതിയിൽ ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് ഏതിന്, ഇപ്പം റിഡ്ജ് ഇങ്ങനെ പോകുന്നെങ്കിൽ ആ റിഡ്ജിൽ നിന്ന് ഈ രീതിയിൽ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്ന ഒരു റൂഫിൽ ഈ രീതിയിൽ കൊടുക്കുന്ന, ഓക്കെ, ഇങ്ങനെ ആയിരിക്കുമല്ലോ റൂഫ് പോകുന്നത്. സോ ഈ മെമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് റാഫ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് എന്താണ്? പെർപെൻഡിക്കുലർ ടു റിഡ്ജ് അലോങ് ദി ഈവ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ള. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എൻഡ് ബിയറിംഗ് ഫോർ ലിൻഡർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ. ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ ആഴ്ച നടന്ന ഗ്രേഡ് 1 ഓവർസിയർ എക്സാമിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെയല്ല ചോദിച്ചത് കേട്ടോ, ക്വസ്റ്റ്യൻ ഒരു വേറെ രീതിയിലാണ് ചോദിച്ചത്. അപ്പോൾ സെയിം തന്നെയാണ്. ദ എൻഡ് ബിയറിംഗ് ഫോർ ലിൻഡർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 100 mm ഡെപ്ത് ഓഫ് ലിൻഡർ, breadth of brick wall, 1/12 of span. Out of the above, which option is correct? All of the above, only 1, 2 and 3, only 1, 2 and 4, only 2 and 4. Okay. Correct ആയിട്ടുള്ള ആൻസർ അറിയാമെങ്കിൽ കമന്റ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ നോക്കിക്കോളുക. അപ്പൊ ലിൻഡൽസിന്റെ ഓക്കെ, കിഷോർ ആൻസർ പറഞ്ഞിട്ടുണ്ട്, സി ആണ് പറഞ്ഞേക്കുന്നത്. അപ്പം ലിൻഡലിന്റെ എന്താണ് എൻഡ് ബിയറിംഗ് ആണ് ലിൻഡൽസിന്റെ, അല്ലെ? ലിൻഡൽസ് അറിയാലോ, ഓപ്പണിങ്സിന്റെ മുകളിൽ കൊടുക്കുന്നതാണ്. അതിന്റെ ഈ ഒരു എൻഡ് ബിയറിംഗ് എന്ന് പറയുന്നത് എത്ര ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. 3 കണ്ടീഷൻസ് ആണ് ആസ് പെർ കോഡ് ഉള്ളത്. ഒന്ന് 100 mm, ഓക്കെ. രണ്ടാമത്താണ് ഡെപ്ത് ഓഫ് ലിൻഡൽ. മൂന്നാമത്തത് ബ്രെഡ്ത്ത് ഓഫ് ബ്രിക്ക് വോൾ വരില്ല. ആൻഡ് മൂന്നാമത്തത് 1/12 ഓഫ് ദി സ്പാൻ ആയിരിക്കും. സോ 1, 2 and 4, അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഇന്നർ ആനുലാർ റിംഗ് സറൗണ്ടിങ് ദി സെൻട്രൽ പോർഷൻ ഓഫ് എ ട്രീ ഈസ്. ദ ഇന്നർ ആനുലാർ റിംഗ് സറൗണ്ടിങ് സെൻട്രൽ പോർഷൻ ഓഫ് എ ട്രീ ഈസ് സാപ്പ് വുഡ്, പിത്ത്, ഹാർട്ട് വുഡ്, മെഡുലറി റൈസ്. ഓക്കെ, സെൻട്രൽ പോർഷൻ ഏതാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, അല്ലെ? ആ സെൻട്രൽ പോർഷന് ചുറ്റുമുള്ള ആനുവൽ റിംഗ്സിനെ വിളിക്കുന്ന പേരെന്താ? ഓക്കെ, സെൻട്രൽ പോർഷനിൽ നിന്ന് തുടങ്ങി ആനുവൽ റിംഗ്സ് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുവാണ്, അല്ലെ? ശരിക്കും ആനുവൽ റിംഗ്സ് തന്നെയാണ് സാപ്പ് വുഡും ഹാർട്ട് വുഡും ആയിട്ട് പറയുന്നത്. പക്ഷെ അതിന്റെ പൊസിഷൻ വരുന്നതനുസരിച്ചിട്ട് നമ്മൾ എങ്ങനെയാ പറയുന്നത്? സെൻട്രൽ പോർഷൻ എന്ന് പറയുന്ന ആരാ? പിത്താണ് സെൻട്രൽ പോർഷൻ. ഓക്കെ, സെൻട്രൽ പോർഷനെ വിളിക്കുന്ന പേരാണ് പിത്ത്. ഈ പിത്തിന് ചുറ്റും, ഫിഗർ ഞാൻ കാണിച്ചു തരാം. ഈ പിത്തിന് ചുറ്റും ഇങ്ങനെ വട്ടത്തിൽ കിടക്കുന്ന റിംഗ്സിനെ വിളിക്കുന്ന പേരാണ് ആനുവൽ റിംഗ്സ് എന്ന് പറയും. നീളത്തിൽ ഇങ്ങനെ റേഡിയൽ ആയിട്ട് പോയിരിക്കുന്ന ഈ ഒരു വരയെ വിളിക്കുന്ന പേരാണ്, ലൈൻസിനെ വിളിക്കുന്ന പേരാണ് മെഡുലറി റൈസ് എന്ന് പറയുന്നത്. ഓക്കെ, പിത്തിന് ചുറ്റുമുള്ള ഈ ഒരു സർക്കിൾസിനെ വിളിക്കുന്ന പേരാണ് ഹാർട്ട് വുഡ്. ദെൻ അതിന് ചുറ്റും വീണ്ടും, അല്ലെ, കുറച്ച് ദൂരം മാറിയുള്ള ഈ ആനുവൽ റിംഗ്സിനെ വിളിക്കുന്ന പേരാണ് സാപ്പ് വുഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഹാർട്ട് വുഡിനും സാപ്പ് വുഡിനും ശേഷമുള്ള ഔട്ടർ ലെയറിനെ വിളിക്കുന്ന പേരാണ് കേംബിയം ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഉള്ളിൽ പിത്ത്, ദെൻ ഹാർട്ട് വുഡ്, ദെൻ സാപ്പ് വുഡ്. ഹാർട്ട്, അല്ലെ, ഏറ്റവും ഉള്ളിലുള്ള ഭാഗമല്ലേ നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത്. സോ ആ രീതിയിൽ ഓർത്തിരിക്കുക. പിത്തിന് ശേഷം ഹാർട്ട്, ഹാർട്ടിന് ചുറ്റി സാപ്പ്, സാപ്പിനെ ചുറ്റി കേംബിയൻ ലെയർ, ദെൻ ഇന്നർ ബാർക്ക്, ഔട്ടർ ബാർക്ക്. ഈ രീതിയിലാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ വരുന്ന ഏതാണ്? ഹാർട്ട് വുഡ് ആണ് ആൻസർ. സെൻട്രൽ പോർഷന് ചുറ്റുമുള്ള ആനുവൽ റിംഗ്സ് എന്ന് പറയുന്നത് ഹാർട്ട് വുഡ് ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The phenomenon in which clay is made loose and any ingredient to be added to it is spread out on top and turned up and down in a vertical direction is known. അതായത് ഒന്നുമില്ല, ക്ലേയിലേക്ക് അതിൽ ഇപ്പൊ നമുക്കറിയാം ക്ലേ എന്ന് പറയുന്നത് ബ്രിക്ക് എർത്ത് ആണ്, അല്ലെ? നമ്മൾ ബ്രിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് ക്ലേ. അപ്പൊ അതില് നമുക്ക് അറിയാലോ, ലൈം, സിലിക്ക, അലൂമിന എല്ലാ ഇൻഗ്രീഡിയൻസും ഇത്ര പെർസെന്റേജിൽ ആവശ്യമായിട്ട് വേണം. അപ്പൊ അതില് എല്ലാ ഇൻഗ്രീഡിയൻസും കറക്റ്റ് പ്രൊപ്പോർഷൻസിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ എന്തെങ്കിലും ഡെഫിഷ്യന്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം, അല്ലെ? ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താ? ടെമ്പറിങ്, ക്ലീനിങ്, ബ്ലെൻഡിങ്, വെതറിങ്. അറിയാവുന്നവർക്ക് കമന്റ് ചെയ്യാൻ. നമ്മൾ പറയുന്ന പേരെന്ന് പറയുന്നത് ബ്ലെൻഡിങ് എന്നാണ് കേട്ടോ. ബ്ലെൻഡിങ്, ആൻസർ ബ്ലെൻഡിങ് ആണ്. അതായത് ഇല്ലാത്ത ഇൻഗ്രീഡിയൻസിനെ ആഡ് ചെയ്ത് മിക്സ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദി കോമൺ നെയിം ഫോർ ഓൾ ഡോർസ്, വിൻഡോസ് ആൻഡ് സച്ച് യൂണിറ്റ്സ് ആർ കോൾഡ്. ഡോറിനെയും വിൻഡോയെയും അതുപോലെയുള്ള യൂണിറ്റുകളെ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഒറ്റ പേരിൽ വിളിക്കും. വെന്റിലേറ്റേഴ്സ്, ഫർണിച്ചർ, ഷട്ടറിംഗ്, ജോയിനറി. ഇതിൽ ഏത് പേരിട്ടാണ് നമ്മൾ വിളിക്കുന്നത്?
ഓക്കെ, ജിതിൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ജിതിൻ പറഞ്ഞിരിക്കുന്ന ഡി ആണ്. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ജോയിനറി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഡോർസിനെയും വിൻഡോസിനെയും എല്ലാത്തിനെയും കൂടി ചേർത്ത് വിളിക്കുന്ന പേരാണ് ജോയിനറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദി ഫോളോയിങ് ടിംബർ ഡിഫക്ട്സ് ഡ്യൂ ടു കൺവേർഷൻ വിത്ത് ദയർ കറക്റ്റ് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കൺവേർഷൻ മൂലമാണ് ചിപ്പ് മാർക്കും ഡയഗണൽ ഗ്രെയിൻസും ടോൺ ഗ്രെയിൻസും അതുപോലെ വെയിൻസും ഒക്കെ ഉണ്ടാവുന്നത്. ഇതില് ഓരോ ഡിഫക്റ്റുകളും നോക്കുക, എന്നിട്ട് കറക്റ്റ് ആയിട്ടൊന്ന് ജസ്റ്റ് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ചിപ്പ് മാർക്ക് എന്ന് പറയുന്നത് എന്ത് ആണ് മീൻസ് നമ്മുടെ കൺവേർഷന്റെ സമയത്ത് ഉണ്ടാകുന്ന എന്ത് മൂലമാണ് ചിപ്പ് മാർക്ക് ഉണ്ടാകുന്നത്, ഡയഗണൽ മാർക്ക് ഉണ്ടാകുന്നത്, ടോൺ മാർക്ക് ഉണ്ടാകുന്നത്, വെയിൻസ് ഉണ്ടാകുന്നത്. ഓക്കെ, എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞുതരാം, ഫിഗറും കാണിച്ചു തരാം. സോ ഒന്നാമത്തേതായിട്ട് നോക്കുക ഡയഗണൽ ഗ്രെയിൻ. ഇതാണ് ഡയഗണൽ ഗ്രെയിൻ. ഈ രീതിയിൽ വരുന്നതാണ് ഡയഗണൽ ഗ്രെയിൻ. അതായത് ഡ്യൂ ടു ഇംപ്രോപ്പർ സോയിങ് ഓഫ് ടിംബറിന്റെ ഇംപ്രോപ്പർ സോയിങ് മൂലം ഉണ്ടാകുന്നതാണ് ഡയഗണൽ ഗ്രെയിൻ. അടുത്ത ടോൺ ഗ്രെയിൻ ആണ്. ഇത് മീൻസ് സ്റ്റോൺസ് കണ്ടോ, ഇതുപോലെ ഒരു കുറച്ച് മാർക്കുകൾ കണ്ടല്ലേ ഇവിടെ. അതായത് നമ്മൾ ഈ ഒരു കൺവേർഷൻ ചെയ്യുന്ന സമയത്ത് ടൂൾസ് ഒക്കെ വന്ന് വീഴുന്നത് മൂലം അതിന്റെ ഇംപ്രഷൻസ് ഒക്കെ ഓക്കെ ഉണ്ടാകുന്നതാണ് ടോൺ ഗ്രെയിൻ. അടുത്തത് ചിപ്പ് മാർക്ക് എന്ന് വെച്ചാൽ ദ മാർക്ക് ഓർ സൈൻ പ്ലേസ്ഡ് ബൈ ദ ചിപ്സ് ഓൺ ദി എന്താണ് ഫിനിഷ്ഡ് സർഫസ് ഓഫ് ടിംബർ. ഓക്കെ, ആ ഒരു ഫിനിഷ്ഡ് സർഫസിൽ ആ ഒരു ചിപ്സ് മീൻസ് എന്താണ് ടൂൾസിന്റെ ഒക്കെ ആ ഒരു മാർക്ക്. നെക്സ്റ്റ് വൺ എന്താണ് വെയിൻ ആണ്. വെയിൻ എന്ന് വെച്ചാൽ പ്രസൻസ് ഓഫ് ഒറിജിനൽ റൗണ്ടഡ് സർഫസ് ഓൺ ദി മാനുഫാക്ചർ പീസ് ഓഫ് ടിംബർ. ടിംബറിനെ നമ്മൾ വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്താലും എന്താണ് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ടിംബറിന്റെ ആ ഒരു സ്ട്രക്ചറൽ അല്ലെ ആ ഒരു സ്ട്രക്ചർ ഇങ്ങനെ നമുക്ക് എടുത്തറിയിക്കാൻ പറ്റുക, അതാണ് വെയിൻ എന്ന് പറയുന്നത്. സോ നോക്കുക മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻസർ വരുന്നത് ആൻസർ വരുന്നത് എ ആണ്, ഓപ്ഷൻ എ. ഓക്കെ, ജസ്റ്റ് മാച്ച് ചെയ്ത് നോക്കുക കേട്ടോ, കോറിലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹാർഡ്വുഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ വിച്ച് ഓഫ് ദി ഫോളോയിങ് ട്രീസ്? ഏത് ട്രീ ആണ് ഹാർഡ്വുഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ചെറ്, കെയില്, പൈന്, ശിഷം. ചെറ്, കെയില്, പൈന്, ശിഷം. നമുക്ക് ഹാർഡ്വുഡ് തരുന്നത് മെയിൻ ആയിട്ടും എന്താണ് എക്സോജീനസ് ട്രീസ് ആണല്ലോ, നമ്മൾ എഞ്ചിനീയറിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എക്സോജീനസ് ട്രീസ് ആണെങ്കിലും അതിൽ തന്നെ കോണിഫേഴ്സ് ഉണ്ട്, ഡെസിഡ്യൂസ് ഉണ്ട്. അപ്പോ ഏതാണ് ഈ കൊടുത്തിരിക്കുന്ന ട്രീസിൽ ഏതിലാണ് ഹാർഡ്വുഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? അപ്പൊ നോക്കിക്കോളുക. മെയിൻ ആയിട്ട് നമ്മൾ ട്രീസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എക്സോജീനസ് ആൻഡ് എൻഡോജീനസ് എന്നാണ്. എക്സോജീനസ് ആണ് നമ്മൾ എഞ്ചിനീയറിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ കോണിഫേഴ്സും ഉണ്ട്, ഡെസിഡ്യൂസും ഉണ്ട്. കോണിഫേഴ്സിൽ നിന്നും സോഫ്റ്റ് വുഡും ഡെസിഡ്യൂസിൽ നിന്നും ഹാർഡ്വുഡും ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ തന്നെ പൈൻ, ഫിറ്, ചെറ്, കെയില് ഇതൊക്കെയാണ് പറയുന്നത് എന്താണ് കോണിഫേഴ്സ് അല്ലെങ്കിൽ സോഫ്റ്റ് വുഡ് ആണ്. മെയിൻ ആയിട്ട് നമ്മുടെ തടി എന്ന് പറയുന്ന ഒരു സംഭവം കിട്ടുന്നതാണ് ഹാർഡ്വുഡ് അല്ലെ. തടി കിട്ടുക അത് എന്ന് വെച്ചാൽ എന്താണ് ശിഷം, ടീക്ക് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ വരുന്ന ഏതാണ്? ശിഷമാണ് ഹാർഡ്വുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ IS 287/1993 സ്പെസിഫൈസ്. IS 287/1993 എന്താണ് സ്പെസിഫൈ ചെയ്യുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ recommendation for maximum moisture content of timber, recommendation for maximum moisture content of brick, recommendation for structural timber in building, recommendation for maximum moisture content of concrete. ഏതാണ് IS 287 സ്പെസിഫൈ ചെയ്യുന്നത്? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ റെക്കമെൻഡേഷൻ ഫോർ മാക്സിമം മോയ്സ്ചർ കണ്ടന്റ് ഓഫ് ടിംബർ ആണ്. ടിംബറിലെ മാക്സിമം മോയ്സ്ചർ കണ്ടന്റിനെ സ്പെസിഫൈ ചെയ്യുന്ന കോഡാണ് IS 287 എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്ട്രക്ചറൽ ടിംബർ ഏതാണെന്ന് അറിയാലോ അല്ലെ, IS 883 ആണ്. ഓക്കെ, IS 883. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ടിംബറിന്റെ കോഡുകളൊക്കെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ, ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓഫ് സിമെന്റ് ഈസ് പ്രൊവൈഡഡ് ബൈ. സിമെന്റിന്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ സിമെന്റിന്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് കോമ്പൗണ്ട് ആണ്? ട്രൈകാൽസ്യം സിലിക്കേറ്റ്, ഡൈകാൽസ്യം സിലിക്കേറ്റ്, ദെൻ ട്രൈകാൽഷ്യം അലൂമിനേറ്റ്, ടെട്രാകാൽഷ്യം അലൂമിനോ ഫെറൈറ്റ്. ഇത് നാലും ബോക്സ് കോമ്പൗണ്ട്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സിമെന്റിന്റെ ഹൈഡ്രേഷന്റെ സമയത്ത് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സ് ആണ്. ഇതിൽ ഏതാണ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത്? അൾട്ടിമേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? മാക്സിമം അല്ലെങ്കിൽ എന്താണ് പിന്നീടുള്ള അല്ലെ സ്ട്രെങ്ത് ആണ്. ആദ്യത്തെ സ്ട്രെങ്ത് അല്ല, പിന്നീട് വരുന്ന പ്രോഗ്രസീവ് സ്ട്രെങ്ത് ആണ് കൊടുക്കുന്നത്. ഇതിൽ ഏത് കോമ്പൗണ്ട് ആണ് കൊടുക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ഒന്ന് പറഞ്ഞേക്കാം. സ്ട്രെങ്തിന്റെ ഫസ്റ്റ് ലെറ്റർ എസ് ആണല്ലോ, അതുപോലെ തന്നെ അതായത് ഈ സിലിക്ക വരുന്ന എല്ലാ സംഭവങ്ങളും, അതായത് C3S ആണെങ്കിലും C2S ആണെങ്കിലും, അതായത് ട്രൈകാൽസ്യം സിലിക്കേറ്റ്, ഡൈകാൽസ്യം സിലിക്കേറ്റ്, സിലിക്ക വരുന്നതെല്ലാം സ്ട്രെങ്ത് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്.
അലൂമിനയുടെ കണ്ടന്റ് വരുന്നതെല്ലാം എപ്പോഴും സെറ്റിങ്ങിനായിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. അലൂമിന വരുന്നത് സെറ്റിങ്ങിനെ സഹായിക്കുന്നു. ആൻഡ് സിലിക്ക വരുന്നത് സ്ട്രെങ്ത് എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക എപ്പോഴും കേട്ടോ. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോ നോക്കിക്കോളുക. സ്ട്രെങ്ത് കണ്ടോ, രണ്ടും സ്ട്രെങ്ത് ആണ് കണ്ടോ. എയർലി സ്ട്രെങ്ത്, ലേറ്റർ സ്ട്രെങ്ത് വരുന്നതെല്ലാം എസ് ആണ്. C3s ആൻഡ് C2s. C3 ഉണ്ടോ, ലിറ്റിൽ സ്ട്രെങ്ത് കോൺട്രിബ്യൂഷൻ ആണ്. മെയിൻ ആയിട്ട് എന്താ C3a? സെറ്റിംഗ് ടൈം അല്ലെ, സെറ്റിങ്ങിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് C3 എന്ന് പറയുന്നത്. C4AF പ്രത്യേകിച്ച് പിന്നെ അങ്ങനെ വലിയ ഫംഗ്ഷൻ ഒന്നും ഇല്ല, അതിന്റെ കൂട്ടത്തിൽ ഉണ്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ആണ് അല്ലെ. അപ്പൊ പരീക്ഷയ്ക്ക് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്ന് ചോദിക്കാം, പ്രോഗ്രസീവ് സ്ട്രെങ്ത് എന്ന് ചോദിക്കാം, ലേറ്റർ സ്ട്രെങ്ത് എന്ന് ചോദിക്കാം. അത് ഏത് ചോദിച്ചാലും ആൻസർ വരുന്നത് C2s ആണ്. സോ ആദ്യം C2s മുന്നേ ഉണ്ടാകുന്നത് C3s ആണ്. C3s ആണ് അതുകൊണ്ട് ആദ്യത്തെ സ്ട്രെങ്തുകൾ. നമ്മുടെ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ഒക്കെ ഇല്ലേ, അല്ലെങ്കിൽ ആ ഒരു ഇനിഷ്യൽ സെറ്റിംഗ് ടൈമിന്റെ സമയത്ത് ഉണ്ടാകുന്ന സ്ട്രെങ്ത് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് C3s ഒക്കെയാണ്. പിന്നീട് ഉണ്ടാകുന്ന ഈ 14ാമത്തെ ദിവസം, 28ാമത്തെ ദിവസം, അതിന് ശേഷമുള്ള സ്ട്രെങ്ത്, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് C2s ആയിരിക്കും. ഓക്കെ, സോ ആൻസർ വരുന്ന ഏതാണ്? ഡൈകാൽസ്യം സിലിക്കേറ്റ് ആണ് ആൻസർ ആയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following conditions are recommended for using sulfur resisting cement? നമ്മൾ ഓൾറെഡി സൾഫർ റെസിസ്റ്റിംഗ് സിമെന്റ് എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ 3 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. So which of the following conditions are recommended for using sulfur resisting cement? ഒന്നാമത്തെ ഓപ്ഷൻ, കോൺക്രീറ്റ് ടു ബി യൂസ്ഡ് ഇൻ ഫൗണ്ടേഷൻ ആൻഡ് ബേസ്മെന്റ് വെയർ സോയിൽ ഈസ് ഇൻഫെസ്റ്റഡ് വിത്ത് സൾഫേറ്റ്സ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, കോൺക്രീറ്റ് യൂസ്ഡ് ഫോർ ഫാബ്രിക്കേഷൻ ഓഫ് പൈപ്സ് വിച്ച് ആർ ലൈക്ലി ടു ബി buried in marshy region of sulfate bearing soils. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, കോൺക്രീറ്റ് ടു ബി യൂസ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് സീവേജ് ട്രീറ്റ്മെന്റ് വർക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ണു അടച്ച് പറയാം അല്ലെ. മീൻസ് സൾഫേറ്റിന്റെ അറ്റാക്ക് വരുന്നത് എവിടെല്ലാമാണോ അവിടെ എല്ലാം നമുക്ക് സൾഫർ റെസിസ്റ്റിംഗ് സിമെന്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2 and 3 3 സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? സൾഫർ റെസിസ്റ്റിംഗ് സിമെന്റിനെ യൂസ് ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സ്വെല്ലിംഗ് ഓഫ് ബ്രിക്ക് ഇസ് നോൺ. ബ്രിക്കിന്റെ സ്വെല്ലിങ്ങിനെ വിളിക്കുന്ന ആ ഒരു പേരെന്താണ്? ഓക്കെ, അതായത് ബ്രിക്കിന് ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റ് ആണ് അല്ലെ, ആ ഒരു ബൾക്കിങ്, ബ്ലാഡനിങ്, ബ്ലോട്ടിങ്, റൺ ഓഫ് ദി എബ്. ഓക്കെ, അപ്പൊ ബ്രിക്കിന്റെ സ്വെല്ലിങ്ങിനെ വിളിക്കുന്ന പേരാണ് ബ്ലോട്ടിങ് എന്നാണ് വിളിക്കുന്ന പേര്. ഓക്കെ, സ്വെല്ലിങ്ങിനെ ബ്ലോട്ടിങ് എന്ന് വിളിക്കും. ആൻഡ് ആ ഒരു ഡീഫോർമേഷനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഷേപ്പിന് ഡീഫോം സംഭവിക്കുന്നതിനെ വിളിക്കുന്ന പേര് എന്താണെന്ന് അറിയാവോ? ചബ്ബിങ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ചഫിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ബോണ്ട് ഇസ് ക്യാവിറ്റി എക്സിസ്റ്റിംഗ്? ഏത് ടൈപ്പ് ബോണ്ടിലാണ്, ബോണ്ട് എന്ന് പറയുമ്പോൾ ഏതാണ്? ബ്രിക്ക് ബോണ്ട്സ് അല്ലെ. ബ്രിക്ക് ബോണ്ട്സ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏത് ടൈപ്പ് ബ്രിക്ക് ബോണ്ടിലാണ് ക്യാവിറ്റി എക്സിസ്റ്റ്, ക്യാവിറ്റിയും കൂടി ചേർത്തിട്ട് നമ്മൾ ക്യാവിറ്റി ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്? ഓക്കെ, ഫ്ലെമിഷ് ബോണ്ട്, ഇംഗ്ലീഷ് ബോണ്ട്, റാറ്റ് ട്രാപ്പ് ബോണ്ട്, സ്ട്രെച്ചർ ബോണ്ട്. ഓക്കെ, ആൻസർ കറക്റ്റ് ആണ് പറഞ്ഞത് റാറ്റ് ട്രാപ്പ് ബോണ്ട് ആണ്. ഞാൻ ഫിഗർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ രീതിയിൽ ഇരിക്കും. ഓക്കെ, റാറ്റ് ട്രാപ്പ് ബോണ്ട് ആണിത്. എന്നുവെച്ചാൽ ഈ രീതിയിൽ ക്യാവിറ്റിയും കൂടെ വരുന്ന രീതിയിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ബോണ്ടാണ് റാറ്റ് ട്രാപ്പ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ റാറ്റ് ട്രാപ്പ് എന്ന് പറയുമ്പോൾ അറിയാലോ, ഒരു ഹോള് ഉണ്ടാവുമല്ലോ അല്ലെ, റാറ്റിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ രീതിയിൽ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഞാനിവിടെ ജസ്റ്റ് ഒരു സെന്റൻസ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചത് ഈ രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, കോസ്റ്റ് ഇഫക്റ്റീവ്, ഇത് ആ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കംപ്ലീറ്റ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അത് ഏത് ടൈപ്പ് ബോണ്ട് ആണ് എന്നുള്ള രീതിയിലാണ് ചോദിച്ചത് കേട്ടോ. അപ്പം കോസ്റ്റ് ഇഫക്റ്റീവ് കൺസ്ട്രക്ഷൻ മെത്തേഡ് ഓഫ് walls with bricks on edges and a cross brick between each, which also produces a 9-inch thick wall with an air cavity in between. ഇങ്ങനെയായിരുന്നു ഒരു തവണ ഈ റാറ്റ് ട്രാപ്പ് ബോണ്ട് ആൻസർ വരുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെയും ചോദിക്കാം. അപ്പൊ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ബോണ്ടാണ്. പക്ഷെ എന്താണ്, ക്യാവിറ്റി വരുന്ന രീതിയിൽ ക്രോസ് ആയിട്ട് ഇങ്ങനെ ബ്രിക്ക് വെച്ചിട്ട് ഒരു ക്യാവിറ്റി ഫോം ചെയ്യും. അപ്പൊ ആൻസർ വരുന്നത് റാറ്റ് ട്രാപ്പ് ബോണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, when the rise of an arch is more than span, then the arch is folded. ആർച്ചിന്റെ റൈസ് സ്പാനിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ആർച്ചിനെ വിളിക്കുന്ന പേര് എന്താണ്?
ഓക്കെ, റൈസ് എന്ന് പറയുന്നത് സ്പാനിനേക്കാൾ കൂടുതൽ എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പിലായിരിക്കും ആർച്ച് വരുന്നത് കേട്ടോ. ദാ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഈ രീതിയിൽ ആർച്ച് ഇരിക്കും. അതായത് സ്പാനിനേക്കാൾ കൂടുതൽ റൈസ് ഇങ്ങനെ വരുവാണെങ്കിൽ ആ ആർച്ചിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാൻസെറ്റ് ആർച്ച് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ലാൻസെറ്റ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ആർച്ചിനൊക്കെ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ വരാം. അപ്പൊ ലാൻസെറ്റ് ആർച്ച് എന്നാണ് വിളിക്കുന്നത് എപ്പോ റൈസ് സ്പാനിനേക്കാളും. സ്പാൻ എന്താണെന്ന് അറിയാലോ അല്ലെ എല്ലാവർക്കും? സ്പാൻ എന്ന് പറയുന്നത് ഇതാണ് സ്പാൻ. റൈസ് എന്ന് വെച്ചാൽ എന്താണ്? സ്പ്രിംഗിങ് ലൈനും അതിന്റെ ആ ഒരു ടോപ്പും തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ് റൈസ് എന്ന് പറയുന്നത്. റൈസ് കൂടുതലാണെങ്കിൽ ലാൻസെറ്റ് ആർച്ച് എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു IS 8041, ഇനിഷ്യൽ ആൻഡ് ഫൈനൽ സെറ്റിംഗ് ടൈം ഓഫ് റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ്. റാപ്പിഡ് ഹാർഡനിങ് സിമെന്റിന്റെ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ സെറ്റിംഗ് ടൈം എത്രയാണ്? 30 minutes and 300 minutes, 30 minutes and 600 minutes, 60 minutes and 300 minutes, 5 minutes and 30. എത്രയാണ് ഒരു റാപ്പിഡ് ഹാർഡനിങ് സിമെന്റിന്റെ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ സെറ്റിംഗ് ടൈം? ഓക്കെ, നമുക്ക് OPCയുടെ ഒക്കെ അറിയാവുന്നതാണ് അല്ലെ? അപ്പൊ റാപ്പിഡ് ഹാർഡനിങ് സിമെന്റിനും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. OPC പോലെ തന്നെയാണ് അതിന്റെ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ സെറ്റിംഗ് ടൈം വരുന്നത്. ആൻസർ വരുന്നത് എത്രയാണ്? 30 മിനിറ്റും 600 മിനിറ്റും ആണ്. എത്രയാണ് 600 മിനിറ്റ് എന്ന് വെച്ചാൽ എത്രയാ? 10 hours ആണ് അല്ലെ? അപ്പൊ 30 മിനിറ്റ് ഇനിഷ്യൽ സെറ്റിംഗ് ടൈം, 10 hours ഫൈനൽ സെറ്റിംഗ് ടൈം. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഫൈൻ ഗ്രൈൻഡിങ് ഓഫ് സിമെന്റ് റിസൾട്ട്സ് ഇൻ ഏർലി ഡെവലപ്മെന്റ് ഓഫ് സ്ട്രെങ്ത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, ദി ഫൈനർ ദി സിമെന്റ് ഹയർ ഈസ് ദി റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും നോക്കുക, എന്നിട്ട് ഏതൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്നും കൂടി നോക്കുക. ഫൈൻ ഗ്രൈൻഡിങ് ഓഫ് സിമെന്റ് റിസൾട്ട്സ് ഇൻ ഏർലി ഡെവലപ്മെന്റ് ഓഫ് സ്ട്രെങ്ത് ആണ്. അതായത് നമ്മൾ സിമെന്റിനെ ഫൈനായിട്ട് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏർലി സ്ട്രെങ്ത് ഡെവലപ്മെന്റ് ഉണ്ടാവും. അടുത്തത്, സിമെന്റ് ഫൈനർ ആയി കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ കൂടുതലായിരിക്കും. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ, ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ഇൻഡിവിജ്വലി ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് 1. രണ്ടാമത്തത്, ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ഇൻഡിവിജ്വലി ട്രൂ ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് നോട്ട് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് 1. അടുത്തത്, സ്റ്റേറ്റ്മെന്റ് 1 is true but statement 2 is false. Then statement 1 is false but statement 2 is true. ഇതാണ് നമ്മുടെ ഓപ്ഷൻസ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ രണ്ട് സെന്റൻസുകളും കറക്റ്റ് അല്ലേ? അതായത് സിമെന്റിന് നല്ല രീതിയിൽ ഫൈൻ ആയിട്ടുള്ള സിമെന്റ് ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അതിന് സർഫസ് ഏരിയ കൂടുതലായിരിക്കും അല്ലെ? മോർ ഫൈനർ മോർ ദി സർഫസ് ഏരിയ. അപ്പൊ സർഫസ് ഏരിയ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ വാട്ടർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ വെള്ളത്തിനെ കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യും. അങ്ങനെ അതിന് സ്ട്രെങ്ത്, ഏർലി സ്ട്രെങ്ത് ഡെവലപ്മെന്റ് കൂടുതലായിരിക്കും. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താ? സിമെന്റ് ഫൈനർ ആയി കഴിഞ്ഞാൽ എന്താ? വെള്ളം കൂടുതൽ അബ്സോർബ് ചെയ്യുന്നതനുസരിച്ചിട്ട് റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ അല്ലെ, ഹൈഡ്രേഷൻ റേറ്റും കൂടുതലായിരിക്കും. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ഇൻഡിവിജ്വലി ട്രൂ ആണ്. പക്ഷേ എന്താണ് സ്റ്റേറ്റ്മെന്റ് എന്താണ് 1ന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ 2 എന്ന് പറയുന്നത്? അല്ല. അപ്പൊ ആൻസർ വരുന്നത് എന്താണ് നമ്മൾ വെള്ളം, അതെ, ഫൈൻ ഗ്രൈൻഡിങ് ഓഫ് സിമെന്റ് എന്ന് പറയുന്നത് ഏർലി ഡെവലപ്മെന്റ് സ്ട്രെങ്ത് ആണ്. കാരണം എന്താണ്? നമ്മൾ കൂടുതലായിട്ട്, ഞാൻ ഓൾറെഡി അത് പറഞ്ഞു തന്നെയാണ്, കൂടുതലായിട്ട് വെള്ളം അബ്സോർബ് ചെയ്യുമ്പോഴത്തേന് റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ കൂടുന്നു. അതുപോലെ വേറൊരു കാര്യം കൂടി ചിന്തിക്കണം, റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ കൂടുമ്പോൾ കൂടുതൽ എക്സോതെർമിക് ആവുകയാണ് ചെയ്യുന്ന ആ ഒരു പ്രോസസ് കേട്ടോ. ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, മാർക്ക് ദി ഫോളോയിങ് ക്വാളിറ്റീസ് വിത്ത് ദ ടെസ്റ്റ് ദാറ്റ് ആർ ഡൺ ടു അസർട്ടൈൻ ദിസ് ക്വാളിറ്റീസ്. അപ്പൊ നമ്മുടെ ക്വാളിറ്റി ടെസ്റ്റ് ആണ് വരുന്നത്. ആ ക്വാളിറ്റി ടെസ്റ്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള ടെസ്റ്റിന്റെ പേരും ഉണ്ട്, അതുപോലെ തന്നെ അവിടെ നമ്മൾ എന്താണ് നമുക്ക് റിസൾട്ട് കിട്ടേണ്ടതെന്നതും ഉണ്ട്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഹാർഡ്നെസ്, ദെൻ വാട്ടർ അബ്സോർപ്ഷൻ, സൗണ്ട്നെസ്, കംപ്രസീവ് സ്ട്രെങ്ത്. അതിന്റെ കറസ്പോണ്ടിങ് ലിസ്റ്റ് 2 കൊടുത്തിരിക്കുന്ന എന്താണ്? എന്തിനു വേണ്ടിയിട്ട് കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഓക്കെ, ഒന്നാമത്തത്, പ്രസ്സിംഗ് ദ ബ്രിക്ക് ടിൽ ഇറ്റ് ബ്രേക്സ്. അത് ഏതിലാണ് നമ്മൾ ചെയ്യുന്നത്? അതായത് ഒരു ബ്രിക്കിന് നമ്മൾ പ്രസ് ചെയ്ത് ബ്രേക്ക് ചെയ്യുന്നവരെ പ്രസ് ചെയ്യുന്ന എവിടെയാ? കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റിലാണ് അല്ലെ? രണ്ടാമത്തത്, നോ ഇംപ്രഷൻ ഷുഡ് ബി ലെഫ്റ്റ് ഓൺ ദി സർഫസ് ഓഫ് ബ്രിക്ക്. അതാണ് ഹാർഡ്നെസ് ടെസ്റ്റിലാണ് അല്ലെ? ഹാർഡ്നെസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇംപ്രഷൻസ് ഉണ്ടാക്കി കഴിഞ്ഞാലും മീൻസ് നമുക്ക് അതിന്റെ സർഫസിൽ എന്തുണ്ടാവാൻ പാടില്ല? ഇംപ്രഷൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. നെക്സ്റ്റ്, നോട്ട് മോർ ദാൻ 20% ഓഫ് വെയിറ്റ് ഓഫ് ഡ്രൈ ബ്രിക്ക്. എന്താണ് നോട്ട് മോർ ദാൻ 20%? വാട്ടർ അബ്സോർപ്ഷൻ ഷുഡ് നോട്ട് ബി മോർ ദാൻ 20% ഓഫ് വെയിറ്റ് ഓഫ് ഡ്രൈ ബ്രിക്ക്. അടുത്തത്, ഷുഡ് ഗീവ് ക്ലിയർ റിംഗിങ് സൗണ്ട്. അതാണ് സൗണ്ട്നെസ് ടെസ്റ്റ്. അപ്പൊ ആൻസർ വരുന്ന ഏതാണ്? ബി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഒന്ന് നോക്കാം നമുക്ക്. 4ൻ്റെത് 1. ഓക്കെ, 4ൻ്റെത് 1 ആണ്. ഹാർഡ്നെസിൻ്റെത്
2 ആണ്, 1ഉം 2ഉം. അടുത്തത് വാട്ടർ അബ്സോർപ്ഷൻ 2ഉം 3ഉം. സൗണ്ട്നെസ് എന്ന് പറയുന്നത് 3ഉം 4ഉം. ഓക്കെ, അപ്പൊ കറക്റ്റ് ആണ്, ബി തന്നെയാണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് എക്സസ് സിലിക്ക ഈസ് പ്രസന്റ് ഇൻ ബ്രിക്സ് ഇറ്റ് മേക്സ് ദ ബ്രിക്സ്. അതായത് ബ്രിക്കില് സിലിക്കയുടെ കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ, സിലിക്ക വേണ്ട ഒരു കോൺസ്റ്റന്റ് തന്നെയാണ്, പക്ഷെ അതിന്റെ കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓക്കെ, ബ്രിട്ടിൽ ആൻഡ് വീക്ക് ഓൺ ബേണിംഗ്, ക്രാക്ക് ഓൺ ഡ്രൈയിങ്, വാർപ്പ്, മെൽറ്റ് ഓൺ ബേൺ. ഇതാണ് നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ബ്രിക്കില് സിലിക്ക കണ്ടന്റ് എക്സസ് ആയി കഴിഞ്ഞാൽ അത് ബ്രിക്ക് മോർ ബ്രിട്ടിൽ ആകും, അതുപോലെ തന്നെ വീക്ക് ഓൺ ബേണിങ്ങും ആകും കേട്ടോ. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പോയിന്റഡ് ആർച്ച് ഓഫ് ദി ട്യൂഡർ പീരീഡ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് ആർച്ച്. പോയിന്റഡ് ആർച്ച്. ഓക്കെ, പോയിന്റഡ് ആർച്ച് ഓഫ് ദി ട്യൂഡർ പീരീഡ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് ആർച്ച്. ത്രീ സെന്റേർഡ് ആർച്ച്, 4 സെന്റേർഡ് ആർച്ച്, 2 സെന്റേർഡ് ആർച്ച്, 5 സെന്റേർഡ് ആർച്ച്. ഇതാണ് നമ്മുടെ ഓപ്ഷൻസ്. അപ്പൊ ആക്ച്വലി ഈ പോയിന്റഡ് ആർച്ച് വിത്ത്, ശരിക്കും പറഞ്ഞാൽ പോയിന്റഡ് ആർച്ചിന്റെ മറ്റൊരു പേര് എന്താണെന്ന് അറിയാമോ? വീനേഷ്യൻ ആർച്ച് എന്നാണ് നമ്മൾ വിളിക്കുന്നത് പോയിന്റഡ് ആർച്ചിന്. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് വിളിക്കുന്ന മറ്റൊരു പേരാണ് ട്യൂഡർ ആർച്ച്. അപ്പം പോയിന്റഡ് ആർച്ചിന് 2 പേരുകളുണ്ട്. വീനേഷ്യൻ ആർച്ച് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്, അതുപോലെ തന്നെ ട്യൂഡർ ആർച്ച് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അതിന് എന്തിന്റെ എക്സാമ്പിൾ ആണ്, എത്ര സെന്റർ ഉള്ള ആർച്ചിന് എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചാൽ 4 സെന്റേർഡ് ആർച്ചിന് എക്സാമ്പിൾ ആണ് വരുന്നത്. ഓക്കെ, കറക്റ്റ് ആണ്. എന്നിട്ട് 4 സെന്റേർഡ് ആർച്ചിന് എക്സാമ്പിൾ ആണ് ട്യൂഡർ ആർച്ച് അല്ലെങ്കിൽ പോയിന്റഡ് ആർച്ച് അല്ലെങ്കിൽ വീനേഷ്യൻ ആർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്ലേസിംഗ് ഓഫ് ന്യൂ ഫൗണ്ടേഷൻ ബിലോ ആൻ എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷൻ ഇസ് നോൺ ആസ്. എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷനിൽ അല്ലെ താഴെ ന്യൂ ഫൗണ്ടേഷൻ പ്ലേസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേര് എന്താണ്? അണ്ടർപിന്നിങ്, ഷോറിംഗ്, റിപ്പയറിംഗ്, സ്ട്രക്റ്റിംഗ്. ഏതാണ്? ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് ജിതിൻ. അണ്ടർപിന്നിങ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. A window constructed with the projection outward from the walls of a room to obtain and increase the area of opening, allowing more light and ventilation. അതായത് നമ്മൾ വിൻഡോ പുറത്തേക്ക് അല്ലെ, ഒരു റൂമിൽ നിന്നും പുറത്തേക്ക് ഇച്ചിരി പ്രൊജക്ട് ചെയ്യുന്ന രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഏത് ടൈപ്പ് വിൻഡോയാണ്? കോർണർ വിൻഡോ, സാഷ് വിൻഡോ, ബേ വിൻഡോ ആൻഡ് ഡോർമർ വിൻഡോ. ഓക്കെ, ഇതാണ് നമ്മുടെ ഓപ്ഷൻസ് വരുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കണം. എ വിൻഡോ, ഇപ്പൊ നമുക്ക് എക്സാമിൽ തെറ്റുന്നത് പോലെ തന്നെയാണ്. എ വിൻഡോ കൺസ്ട്രക്റ്റഡ് വിത്ത് ദി പ്രൊജക്ഷൻ ഔട്ട്വേർഡ്, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന വിൻഡോയാണ് കേട്ടോ. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന വിൻഡോ ബേ വിൻഡോ ആണ്. ഓക്കെ, ബേ വിൻഡോ ആണ് കേട്ടോ. ബേ വിൻഡോ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഡോർമർ വിൻഡോ വരുന്ന എവിടെയാണ്? റൂഫിൽ അല്ലെ. ആ റൂഫിന്റെ ആ ഒരു മീൻസ് റൂഫിന്റെ പോർഷൻ ആയിട്ട് വരുന്ന വിൻഡോ ആണ് ഡോർമർ വിൻഡോ. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following joints is recommended by Indian standard for frames of wooden doors and windows? വുഡൻ ഡോർസിലും വിൻഡോസിലും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ജോയിന്റ് ഏതാണ്? ഇതൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ് എപ്പോഴും കേട്ടോ. അതുപോലെ തന്നെ നമുക്കിത് പഠിക്കാൻ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടും അങ്ങനെ ആരും വലുതായിട്ട് നോക്കിയിട്ട് പോത്തുമില്ല. ജോയിന്റ്സ്, ഫിഷേഴ്സ്, ഫാസ്റ്റണിങ്സ് ഒക്കെ. ഓക്കെ, ബോൾട്ടഡ് ജോയിന്റ്, ബഡ് ജോയിന്റ്, ഡോഗ്ടീൽ ജോയിന്റ്, ലാബ് ജോയിന്റ്. ഏതാണ് ഡോർസ് ആൻഡ് വിൻഡോയിൽ നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡോറിന്റെയും വിൻഡോയുടെ ഒക്കെ ഷട്ടർ നമ്മൾ ഫ്രെയിംസിലേക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ജോയിന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഡോഗ്ടെയിൽ ജോയിന്റ് ആണ് കേട്ടോ. ഇതൊക്കെ നേരത്തെ 2-3 വട്ടം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. ഡോഗ്ടെയിൽ ജോയിന്റ് ആണ് ഡോർസിലും വിൻഡോസിലും യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. The doors recommended for privacy combined with natural ventilation and quietness of rest is desired because they allow free passage of air when closed. These doors are called. അതായത് എന്താണ്? എയറും മീൻസ് വെളിച്ചവും എല്ലാം കയറുകയും വേണം, അതുപോലെ തന്നെ പ്രൈവസിയും. ഓക്കെ, അങ്ങനെ ആ ടൈപ്പ് വിൻഡോസ്. ലൂവേർഡ് വിൻഡോ, സോറി വിൻഡോസ് അല്ല ഡോർസ്. ലൂവേർഡ് ഡോർസ്, സ്വിംഗിംഗ് ഡോർസ്, ഫോർ ഫ്ലഷ് ഡോർസ്, റിവോൾവിംഗ് ഡോർസ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ടൈപ്പ് ഡോറാണ് ഇത്. ഇതാണ് ആ ഒരു എക്സാമ്പിൾ മീൻസ് അത് പറഞ്ഞിരിക്കുന്നത്. അതായത് എന്താ, നമുക്ക് ഉള്ളിലേക്ക് എന്താണ് വെളിച്ചവും വെട്ടവും എയറും എല്ലാം കയറുകയും ചെയ്യും. അതുപോലെ തന്നെ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. ഓക്കെ, മീൻസ് നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ടൈപ്പ് ഡോറാണ്. ഏത് ഡോറാണ്? അതിന്റെ പേരെന്താണ്? ഫസ്റ്റ് ഓപ്ഷൻ 1 ആണ്, ലൂവേർഡ് ഡോർസ് എന്നാണ് അതിനെ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The designation of door 10 DT21 means.
നമ്മളിത് IS കോഡ് നിങ്ങൾ നേരത്തെ ഞാൻ എന്താ ആ ഒരു മീൻസ് ക്ലിയറൻസ് പറഞ്ഞ ആ സെയിം കോഡ് 6189 ആ ഒരു കോഡിൽ തന്നെ ഈ ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. 10 DT21 എന്ന് പറയുന്നത് ഇതുപോലെ നമുക്ക് പല പല സൈസുകൾ പറയാം. ഈ ഒരു മീൻസ് ഈ ഒരു റെപ്രസെന്റേഷൻ, ഈ ഒരു ഡെസിഗ്നേഷൻ എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എ ഡോർ ഓപ്പണിംഗ് ഓഫ് 1000 mm by 2100 mm with double shutter. A door with 2 shutters having a shutter size of 1000 mm by 2100 mm. A door opening of 1000 mm by 2100 mm with a single shutter. A door frame of section size of 1 cm by 10 cm with a double shutter. ഏതാണ് ആൻസർ? 10 DT21. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത് കൊടുത്തിരിക്കുന്ന DT എന്താന്ന് വെച്ചാൽ D മീൻസ് ഡോർ ആണെന്ന് അറിയാലോ അല്ലെ? അപ്പൊ ഡോർ ആണ്, എല്ലാത്തിലും ഡോർ തന്നെ പറയുന്നത്. ഡോർ ആണ് D. അത് വിൻഡോ ആയിരുന്നെങ്കിൽ W എന്ന് പറയാം. ഇത് T എന്താന്ന് വെച്ചാൽ ട്വിൻ എന്നാണ്. ട്വിൻ കേട്ടോ, ട്വിൻ എന്നാണ്. ഡബിൾ ഷട്ടർ അല്ലെങ്കിൽ ട്വിൻ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നതാണ്, രണ്ടെണ്ണം. ഓക്കെ, അപ്പോ അത് സിംഗിൾ ആയിരുന്നെങ്കിൽ TS എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം ട്വിൻ മീൻസ് ഡബിൾ ഷട്ടർ ആണ്. ഇനി 10ഉം 21 എന്താ മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ 10ന്റെ കൂടെ ഒരു 2 0 കൂടി ഇട്ട് കൊടുക്കുക, 21ന്റെ കൂടെയും ഒരു 2 0 കൂടി ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പം 1000ഉം 2100 മില്ലിമീറ്റർ ആയി. ഓക്കെ, 1000 ആൻഡ് 2100 മില്ലിമീറ്റർ. അപ്പൊ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ എ ആണ്. എ ഡോർ ഓപ്പണിംഗ് ഓഫ് 1000 mm by 2100 mm വിത്ത് ഡബിൾ ഷട്ടർ. അതാണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ദ വെർട്ടിക്കൽ ഇന്റർമീഡിയറ്റ് നമ്പർ ഓഫ് ദി ഫ്രെയിം വിച്ച് ഡിവൈഡ്സ് ദി വിൻഡോ വെർട്ടിക്കലി ഈസ്. ഇതൊക്കെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതായത് വെർട്ടിക്കൽ നമ്പർ ഏതാണ്, ഹൊറിസോണ്ടൽ നമ്പർ ഏതാണ്, ഓക്കെ സൈഡിൽ വരുന്ന ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ നമ്പർ ഏതാണ്, ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതുപോലൊരു ക്വസ്റ്റ്യൻ ഇപ്പൊ കഴിഞ്ഞ ഓവർസിയർ ഗ്രേഡ് 1 ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മുടെ വിൻഡോയുടെ ഫ്രെയിമിനെ വെർട്ടിക്കലി ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു വെർട്ടിക്കൽ നമ്പർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. മുല്യൻ, ട്രാൻസോം, ജാമ്പ്, സ്റ്റൈൽ. ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ആൻസർ എ മുല്യൻ ആണ്. ഓക്കെ, മുല്യൻ ആണ് ആൻസർ. ട്രാൻസോം എന്താണ്? ഹൊറിസോണ്ടൽ നമ്പർ ആണ്. ഇപ്പൊ ഇതൊരു വിൻഡോ ആണെന്ന് വിചാരിക്കുക. ഈ വിൻഡോയെ രണ്ടായിട്ട് മുറിക്കുന്ന ഈ ഒരു വെർട്ടിക്കൽ, ആ ഫ്രെയിമിൽ തന്നെ വരുന്ന ആ ഒരു വെർട്ടിക്കൽ നമ്പർ ആണ് മുല്യൻ. അതുപോലെ ഹൊറിസോണ്ടൽ നമ്പർ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസോം. ട്രാൻസോം എന്താണ്? T അല്ലേ ഫസ്റ്റ് ലെറ്റർ. അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് എന്നുള്ള രീതിയിൽ ഓർക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ വെരി തിൻ ഷീറ്റ് ഓഫ് വുഡ് വിച്ച് ഇസ് കട്ട് ഫ്രം റഫ് ലോഗ്സ് വിത്ത് 0.4 to 6 mm thickness is bought. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. 0.4 to 6 mm thickness ഉള്ള ടിമ്പറിന്റെ ആ ഒരു എന്താണ് ഫോം അല്ലെ, അങ്ങനെയും ചോദിക്കും. അല്ലെങ്കിൽ മിനിമം തിക്നെസ് 0.4 mm ഉള്ളത്, അല്ലെങ്കിൽ മാക്സിമം തിക്നെസ് 6 mm ഉള്ളത്, ഇങ്ങനെയൊക്കെ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് ആ ഒരു വേരിയേഷൻ ഓഫ് തിക്നെസ് ആണ് തന്നിരിക്കുന്നത്. 0.4 മുതൽ 6 mm വരെ തിക്നെസ് ഉള്ള തിൻ ഷീറ്റ് ഓഫ് വുഡിനെ വിളിക്കുന്ന പേരെന്താണ്? വെനീർസ്, ഫൈബർ ബോർഡ്, ചിപ്പ് ബോർഡ്, ബ്ലോക്ക് ബോർഡ്. ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് വെനീർസ് ആണ്. ചെറിയ ചെറിയ തിൻ ഷീറ്റുകൾ. ഓക്കെ, 1 mm പോലും വല്ലം ഓർക്കുക. 0.4 mm മുതലുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി ഗ്രേഡ് ഓഫ് ടിമ്പർ ആസ് പെർ ടിമ്പർ ഗ്രേഡിംഗ് IS 6543 if modulus of elasticity in bending between 5.6 to 9.8 kilonewton per millimeter square. ഓക്കെ, അതായത് ഒരു ടിമ്പറിന്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി 5.6 മുതൽ 9.8 കിലോന്യൂട്ടൺ പെർ mm സ്ക്വയറിന് ഇടയിലാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഏത് ഗ്രേഡ് ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്? അപ്പൊ ഈ ടിമ്പറിന്റെ കോഡൊക്കെ വളരെ പ്രധാനമാണ്. കാരണം ഈ അടുത്ത കാലങ്ങളിലായിട്ട് കോഡിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഗ്രേഡ് എ, ഗ്രേഡ് ബി, ഗ്രേഡ് സി ആൻഡ് ഗ്രേഡ് ഡി, ആകെ 3 ഗ്രേഡേ ഉള്ളൂ. ഓക്കെ ഓക്കെ, നമ്മുടെ ഈ ഒരു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി വെച്ചിട്ട് എയും ബിയും സിയും മാത്രമേ ഉള്ളൂ. പിന്നെ ഡി നോക്കേണ്ട ആവശ്യമില്ല. ഒരു റേഞ്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്രേഡ് എ ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ ഗ്രേഡ് എ ആണെന്നുണ്ടെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഷുഡ് ബി എന്താണ്? കൂടുതലായിരിക്കും. അതായത് ഗ്രേറ്റർ ദാൻ 12.5 കിലോന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ് എന്തിൻ്റെത്? എയുടേത്. ബിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇയുടെ വാല്യൂ റേഞ്ച് ചെയ്യുന്നതാണ് 9.8 മുതൽ 12.5 കിലോന്യൂട്ടൺ പെർ mm സ്ക്വയർ വരെ. അടുത്തത് സി എടുത്തു കഴിഞ്ഞാൽ ഇയുടെ വാല്യൂ റേഞ്ച് ചെയ്യുന്നത് 5.6 to 9.8 കിലോന്യൂട്ടൺ പെർ mm സ്ക്വയറും ആയിരിക്കും. അപ്പൊ ആൻസർ ഏതാ വരുന്നത്? ഗ്രേഡ് സി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കൺസിഡർ ദി ഫോളോയിങ് മെത്തേഡ്സ് ഓഫ് പ്രിസർവേഷൻ ഓഫ് ടിമ്പർ: ഡിപ്പിംഗ്, ബ്രഷിംഗ് ഓർ സ്പ്രേയിങ്, പ്രഷർ ഇംപ്രഗ്നേഷൻ,
ദി കറക്റ്റ് സീക്വൻസ് ഇൻ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ദിസ് മെത്തേഡ്സ് ഓഫ് പ്രിസർവേഷൻ. അതായത് കൂടുതൽ എഫക്റ്റ് ഉള്ളത് ആദ്യം അല്ലെ, അങ്ങനെ എഫക്റ്റീവ്നെസ് കുറഞ്ഞു വരുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് അതിനെ തിരിക്കാം. ഓക്കെ, ഏതാണ് ഏറ്റവും കൂടുതൽ പ്രഷർ ഇംപ്രഗ്നേഷൻ അല്ലെ, അത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ആയിരിക്കും. പ്രഷർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മീൻസ് മെത്തേഡ് ഓഫ് പ്രിസർവേഷൻ ആണ് കേട്ടോ. അപ്പൊ അതിൽ ഫസ്റ്റ് പ്രഷർ ഇംപ്രഗ്നേഷൻ ആണ് വളരെ മീൻസ് കൂടുതലായിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് പ്രിസർവേഷൻ. അപ്പൊ ഒന്നാമത്തത് 3 ആണ്. അതിനുശേഷം വരുന്നത് ഡിപ്പിംഗ് ആണ്, ഡിപ്പ് ചെയ്തിടുക. ഓക്കെ, പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടിമ്പറിനെ മുക്കിയിടുക, അതാണ് രണ്ടാമത്തത്. പിന്നീട് വരുന്ന മെത്തേഡാണ് ബ്രഷിംഗ് അല്ലെങ്കിൽ സ്പ്രേ ചെയ്യുക. ഓക്കെ, ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രിസർവേറ്റീവ് അടിച്ചു കൊടുക്കലും. ഓക്കെ, അപ്പൊ 3, 1, 2 ഇതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സീക്വൻസ്. ഒരു കാര്യം കൂടി പറഞ്ഞുതരാം, ഈ ഡിപ്പിങ്ങിനെ ഓക്കെ, അതായത് നമ്മൾ ഡിപ്പിംഗ് എന്ന് വെച്ചാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ടിമ്പറിനെ നമ്മൾ പ്രിസർവേറ്റീവ്സിൽ മുക്കി വെക്കുന്ന ഒരു പ്രോസസ്സാണ് ഡിപ്പിംഗ്. നമ്മൾ ലോങ് ഡ്യൂറേഷന് വേണ്ടിയിട്ടാണ് ഡിപ്പ് ചെയ്ത് വെക്കുന്നതെങ്കിൽ അതിനെ ഈ ഡിപ്പിങ്ങിനെ വേറൊരു പേര് വിളിക്കും. ഓക്കെ, ഡിപ്പിംഗ് ഫോർ എ ലോങ് ഡ്യൂറേഷൻ അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റീപ്പിംഗ് കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല, ആ ഒരു പേരും കൂടി പഠിച്ചു വെക്കുക, സ്റ്റീപ്പിംഗ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ എഡ്ജ് ഫോംഡ് ബൈ ദ ഇന്റർസെക്ഷൻ ഓഫ് പ്ലെയിൻ സർഫസസ് ഓഫ് എ ബ്രിക്ക് ഈസ് കോൾഡ്. ഓക്കെ, എഡ്ജ് ഇതൊക്കെ കോമൺ ക്വസ്റ്റ്യൻ ആണ്. ദ എഡ്ജ് ഫോംഡ് ബൈ ദ ഇന്റർസെക്ഷൻ നമ്മൾ ബ്രിക്ക് മേസൺറി പഠിച്ചു തുടങ്ങുമ്പോൾ ടെക്നിക്കൽ ടേംസ് പഠിക്കുമ്പോൾ അതിലുള്ളതാണ് അല്ലെ. ബ്രിക്കിന്റെ പ്ലെയിൻ സർഫസുകളെ വിളിക്കുന്ന പേരെന്താണ്? ഹേർട്ടിങ്, നാച്ചുറൽ ബെഡ്, എറൈസസ്, കോർബൽ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, എറൈസസ്. അതെ, കറക്റ്റ് ആണ് കേട്ടോ, എറൈസസ് ആണ് ആൻസർ. ഓക്കെ, എത്ര എറൈസസ് ഉണ്ടെന്ന് പറയാമോ? ഒരു ബ്രിക്കിന് എത്ര എറൈസസ് ഉണ്ട്? അറിയാവുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അതും ചോദിച്ചിട്ടുള്ള PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ബ്രിക്കിന് എത്ര എറൈസസ് ആണ്, എത്ര നമ്പർ ഓഫ് എറൈസസ് ആണ് ഒരു ബ്രിക്കിന്? 12 നമ്പർ ഓഫ് എറൈസസ് ആയിരിക്കും കേട്ടോ, എഡ്ജസ്. ഓക്കെ, 12 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടൈപ്പ് ഓഫ് ആർച്ച് ഇൻ വിച്ച് ദ സെന്റർ ഓഫ് ദി ആർച്ച് സിറ്റുവേറ്റഡ് ബിലോ ദി സ്പ്രിംഗിംഗ് ലൈൻ ഈസ് കോൾഡ്. സ്പ്രിംഗിംഗ് ലൈൻ എന്താണെന്ന് അറിയാമായിരിക്കുമല്ലോ അല്ലെ. ഒരു ആർച്ച് ഇതാ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ആർച്ചിന്റെ ഏറ്റവും അറ്റത്ത് അല്ലെ, എന്താ നമ്മുടെ ആ സ്പ്രിംഗർ തുടങ്ങുന്നിടം മുതൽ അടുത്ത സ്പ്രിംഗർ തുടങ്ങുന്നതും വരെയുള്ള ഈ നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈനാണ് സ്പ്രിംഗിംഗ് ലൈൻ. അപ്പോ the type of arch in which the center of the arch is situated below the springing line ആണെങ്കിൽ ആ ആർച്ച് ഏത് ടൈപ്പ് ആർച്ചാണ്? സെമി സർക്കുലർ ആർച്ച്, എലിപ്റ്റിക്കൽ ആർച്ച്, സെഗ്മെന്റൽ ആർച്ച്, പാരാബോളിക് ആർച്ച്. ഒക്കെ അറിയാവുന്നവർക്ക് കമന്റ് ചെയ്യാം കേട്ടോ. ആർച്ചിന്റെ സെന്റർ സ്പ്രിംഗിംഗ് ലൈന് താഴെയാണെന്നുണ്ടെങ്കിൽ ആ ആർച്ച് എന്ന് പറയുന്നത് ഈ ഒരു ഇത്രയും പൊക്കമൊന്നും വരത്തില്ല, ചെറിയൊരു രീതിയിലുള്ള ഒരു കർവ് മാത്രമേ വരുള്ളൂ അല്ലെ. ആ ടൈപ്പ് ആർച്ചിനെ വിളിക്കുന്ന പേരാണ് സെഗ്മെന്റൽ ആർച്ച്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ഓക്കെ, കറക്റ്റ് ആയിരുന്നു ടീച്ചർ. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? എ കോണിക്കൽ ഹോൾ ഇൻ ദ പ്ലാസ്റ്റേർഡ് സർഫസ്. നിങ്ങൾക്ക് ശരിക്കും നമുക്ക് എല്ലാവർക്കും തെറ്റിപ്പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, a conical hole in the plastered surface is formed due to popping. രണ്ടാമത്തത്, second coat of plastering is also called rendering coat. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, dubbing is the process of filling the hollow spaces left in the solid background. കഴിഞ്ഞ ആഴ്ച നടന്ന grade 1 എക്സാമിന് ഡബിങ് ആൻസർ വരുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോ 3 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ള രീതിയിൽ പറയുക, വായിച്ചു നോക്കിയതിനു ശേഷം പറയാൻ വേണ്ടി ശ്രമിക്കുക. എ കോണിക്കൽ ഹോൾ ഇൻ ദി പ്ലാസ്റ്റേർഡ് സർഫേസ് ഈസ് ഫോംഡ് ഡ്യൂ ടു പോപ്പിംഗ്. ദെൻ സെക്കൻഡ് കോട്ട്. ഈ പ്ലാസ്റ്ററിങ്ങിന് 3 കോട്ട് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഫസ്റ്റ് കോട്ട്, സെക്കൻഡ് കോട്ട്, തേർഡ് കോട്ട്. അപ്പൊ അതിന് ഓരോന്നിനും ഓരോ പേരുകളും ഉണ്ട്. അപ്പൊ അത് പ്രകാരം പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസ് ഒക്കെ കറക്റ്റ് ആണോ നോക്കുക. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ളത് ഞാൻ സെക്കൻഡ് കോട്ടിന്റെ പേര് ഓൾട്ടർനേറ്റ് നെയിം ഒന്ന് പറഞ്ഞേക്കാം. ഫസ്റ്റ് കോട്ടിനെ വിളിക്കുന്നത്, ഇതൊക്കെ ചോദിക്കാം കേട്ടോ എക്സാമിന്. ഫസ്റ്റ് കോട്ടിനെ വിളിക്കുന്ന പേരാണ് റെൻഡറിംഗ് കോട്ട്. സെക്കൻഡ് കോട്ടിനെ വിളിക്കുന്ന പേര് ഫ്ലോട്ടിംഗ് കോട്ട്. ഫൈനൽ കോട്ടിനെ വിളിക്കുന്ന പേരാണ് സെറ്റിംഗ് കോട്ട് അല്ലെങ്കിൽ ഫിനിഷിംഗ് കോട്ട് എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, എല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ലല്ലോ ഈ സെക്കൻഡ് കോട്ട് പ്ലാസ്റ്ററിംഗ് ഈസ് ഓൾസോ കോൾഡ് റെൻഡറിംഗ് കോട്ട് എന്നല്ലേ. സെക്കൻഡ് കോട്ടിനെ എന്താ വിളിക്കുന്നത്? ഫ്ലോട്ടിംഗ് കോട്ട് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഈ ഓപ്ഷൻ തന്നെ തെറ്റിപ്പോയി. ഓക്കെ, ഓപ്ഷൻ അല്ല, ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ഇനി ബാക്കിയുള്ളത് 2 കൂടിയാണ്. അപ്പൊ എ കോണിക്കൽ ഹോൾ പിന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ എല്ലാത്തിലും 1ഉം 2ഉം 1ഉം 3ഉം 2ഉം 3 ആ രീതിയിലാണ് ഓപ്ഷൻ കിടക്കുന്നത്. പിന്നെ നമ്മൾ കണ്ണു അടിച്ച് നമുക്ക് അർപ്പിക്കാൻ പറ്റും അല്ലെ. ഓക്കെ, അപ്പൊ എ കോണിക്കൽ ഹോൾ ഇൻ ദ പ്ലാസ്റ്റേർഡ് സർഫേസ് ഈസ് ഫോംഡ് അതിനെ വിളിക്കുന്ന ഡ്യൂ ടു പോപ്പിംഗ് എന്ന്. ഓക്കെ, നമ്മുടെ പ്ലാസ്റ്റർ ചെയ്ത സർഫസിൽ കോണിക്കൽ ഹോൾസ് ഫോം ചെയ്യുവാണെങ്കിൽ
ആ കോണിക്കൽ ഹോൾസിനെ വിളിക്കുന്ന പേര് തന്നെ പോപ്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ പോപ്പിംഗ് മൂലമാണ് കോണിക്കൽ ഹോൾസ് ഫോം ചെയ്യുന്നത്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് നോക്കിയാൽ മൂന്നാമത്തത് ഡബിങ് ഈസ് ദി പ്രോസസ് ഓഫ് ഫില്ലിംഗ് അപ്പ്. അതെ, അത് കറക്റ്റ് ആണ് അല്ലേ? അത് നമ്മുടെ ഒരു എക്സാമിന് ചോദിച്ചതാണ്. അപ്പൊ ഒന്നാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്, ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ദി ഫോളോയിങ്. ഓക്കെ, സോറി, ഇവിടെ ഞാൻ ആൻസർ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാലും സാരമില്ല, നിങ്ങൾ ഈ ഒരു കോഡുകളെല്ലാം എല്ലാവരും പഠിച്ചു വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. മീൻസ് ഏത് കോഡാണ്, ഇന്ന കോഡ് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ ആ ഒരു ക്വസ്റ്റ്യനിൽ ഇല്ലാത്ത കോഡും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും കൂടെ നോക്കുക. IS 399 പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ടിമ്പർ ആൻഡ് ദിയർ സോണൽ ഡിസ്ട്രിബ്യൂഷൻ. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇത് പ്രകാരമാണ് നമ്മൾ XYZ എന്നും അതുപോലെ തന്നെ നമ്മൾ ആ ഒരു നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ ക്ലാസിഫിക്കേഷൻ ഒക്കെ പറയുന്നത് ഈ IS 399 പ്രകാരമാണ്. പിന്നീട് വരുന്നതാണ് പ്രിസർവേഷൻ ഓഫ് ടിമ്പറിന്റെ കോഡ്. ഈ കോഡുകളെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. 401 IS 401 ആണ്. വർഷമൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് കോഡിന്റെ നമ്പറുകൾ ഓർത്തിരിക്കാൻ ശ്രമിക്കുക. മൂന്നാമത് നോക്കിയേ, ക്ലാസിഫിക്കേഷൻ ഓഫ് ടിമ്പർ ഫോർ സീസണിങ് പർപ്പസ്. അത് IS 1141 ആണ്. ഓക്കെ, പിന്നീട് പെർമിസിബിൾ മോയ്സ്ചർ കണ്ടന്റ് ഓഫ് ടിമ്പർ വരുന്നത് IS 287 ആണ്. പിന്നീട് സ്ട്രക്ചറൽ ടിമ്പറിന്റെ ഡിസൈന് വേണ്ടിയിട്ടുള്ളത് IS 883 ആണ്. ഓക്കെ, ഈ 5 കോഡുകളും മസ്റ്റ് ആയിട്ടും പഠിച്ചു നോക്കിയിട്ട് വേണം പോകാനായിട്ട്, കാരണം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് യൂസ്ഡ് ഇൻ എക്സ്റേ റൂംസ് ടു പ്രൊട്ടക്ട് പേഴ്സൺസ് വർക്കിംഗ് ദെയർ. എക്സ്റേ റൂംസിൽ, ഇതൊക്കെ കോമൺ ക്വസ്റ്റ്യൻസ് ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. എക്സ്റേ റൂംസിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റർ ഏതാണ്? ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. അതായത് വേരിയം പ്ലാസ്റ്റർ ആണ്. കറക്റ്റ് ആൻസർ ആണ് വേരിയം പ്ലാസ്റ്റർ. കാരണം ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റത്തില്ല. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്വാളിറ്റി ഓഫ് ടിമ്പർ ക്യാൻ ബി ഇംപ്രൂവ്ഡ് യൂസിങ് ഏബൽസ് പ്രോസസ്. ഏബൽസ് പ്രോസസ് എന്നല്ല, ശരിക്കും ഫുൾ നെയിം സർ ഏബൽസ് പ്രോസസ് എന്നാണ്. ചിലപ്പം ചിലർക്ക് അത് കേൾക്കുമ്പോഴായിരിക്കും ഓർമ്മ വരുന്നത്. സർ ഏബൽസ് പ്രോസസ് എന്നാണ് നമ്മുടെ ആ ഒരു പ്രോസസ്സിന്റെ പേര്, സർ ഏബൽസ് പ്രോസസ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ടിമ്പറിൽ? ഒന്നാമത്തത് ഡ്യൂറബിലിറ്റി, ദെൻ ഫയർ റെസിസ്റ്റൻസ്, കെമിക്കൽ റെസിസ്റ്റൻസ്, സ്ട്രെങ്ത്. എന്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടിമ്പറിൽ ഈ ഒരു ഏബൽസ് പ്രോസസ് നടത്തുന്നതെന്ന് അറിയാമോ? മെയിൻ ആയിട്ടും ഫയർ റെസിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഫയർ റെസിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അമോണിയം സൾഫേറ്റ് ആണ്, NH4SO4. ഓക്കെ, NH3SO4. അമോണിയം സൾഫേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽ ഫോർ ദിസ് ഫയർ റെസിസ്റ്റന്റ് ട്രീറ്റ്മെന്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, if tempering is properly carried out, wood briquettes can be rolled without breaking in small threads of dash diameter. ഒന്നുകൂടെ പറഞ്ഞു തരാം. നമ്മൾ വുഡ് ബ്രിക്കർത്ത്, കാരണം നമ്മൾ ആ ഒരു മീൻസ് ചെളി, ക്ലേ നല്ല രീതിയിൽ ആക്കിയെടുക്കുന്ന പ്രോസസ്സിംഗ് ആണ് ടെമ്പറിങ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അത് നമ്മൾ മീൻസ് വെള്ളമൊക്കെ ആഡ് ചെയ്ത് മിക്സ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ആക്കിയതിന് ശേഷം അത് നല്ല പ്രോപ്പറായിട്ട് ടെമ്പറിങ് ചെയ്തു എന്നുണ്ടെങ്കിൽ, നമ്മൾ റോള് പോലെ ത്രെഡ് ഫോം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ബ്രേക്ക് ചെയ്യാതെ എത്ര ഡയമീറ്റർ ആണ് ആ ഒരു ത്രെഡിന്റെ ഡയമീറ്റർ, ബ്രേക്ക് ചെയ്യാത്ത രീതിയിൽ ത്രെഡ് ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ സെയിം തന്നെ നമ്മുടെ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിലും നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കാം, സോ ചിലപ്പോൾ ഓർമ്മ കാണില്ലായിരിക്കാം. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ നമ്മൾ ഷ്രിങ്കേജ് ലിമിറ്റും ലിക്വിഡ് ലിമിറ്റും പ്ലാസ്റ്റിക് ലിമിറ്റും ഒക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ ഉണ്ട്. ഓക്കെ, 5 mm, 3 mm, 6 mm, 2 mm. ആൻസർ അറിയാവുന്നവർക്ക് പറയാം കേട്ടോ. സോ ആൻസർ വരുന്നത് 3 mm ത്രെഡ്സ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് സിംഗിൾ സ്കഫോൾഡിംഗ്. സിംഗിൾ സ്കഫോൾഡിങ്ങും അതുപോലെ ഡബിൾ സ്കഫോൾഡിങ്ങും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. അത് രണ്ടെണ്ണമെങ്കിലും സ്കഫോൾഡിങ്ങിന്റെ കൂട്ടത്തിൽ നോക്കിയിട്ട് പോവുക. സ്കഫോൾഡിങ്ങും സിലബസിലുള്ള ടോപ്പിക് തന്നെയാണ്. It is widely used in the construction of brickwork. Consists of single rows of standards placed at a distance of about 2 meters from the wall. Rakers and cross braces may be provided to make the scaffolding more strong. The distance between successive standards is about 1 meter to 1.5 meter. ആൻസർ അറിയാവുന്നവർക്ക് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഒന്നാമതായിട്ട് ബ്രിക്ക് വർക്കിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. കറക്റ്റ് ആണ് അല്ലെ. സിംഗിൾ സ്കഫോൾഡിംഗ് ഈസ് ഓൾസോ നോൺ ആസ് ബ്രിക്ക് ലെയർ സ്കഫോൾഡിംഗ് എന്നാണ് നമ്മൾ പഠിക്കാറുള്ളത് അല്ലെ. ബ്രിക്ക് ലെയർ സ്കഫോൾഡിംഗ്, അതായത് ബ്രിക്ക് മേസൺറിയുടെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂഷ്വലായിട്ട് ഉപയോഗിക്കുന്നത് സിംഗിൾ സ്കഫോൾഡിംഗ് ആണ്. അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പുട്ട്ലോഗ് സ്കഫോൾഡിംഗ്, പുട്ട്ലോഗ്. ഓക്കെ, പിന്നെ ഇത് കൺസിസ്റ്റ് ഓഫ് സിംഗിൾ റോസ് ഓഫ് സ്റ്റാൻഡേർഡ്സ്. അത് കറക്റ്റ് ആണ്, സിംഗിൾ റോസ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, വോളിൽ നിന്നും 2 meter ഡിസ്റ്റൻസിലല്ല ആക്കി വെച്ചിരിക്കുന്നത്. എത്ര ഡിസ്റ്റൻസ് മാറിയാണ്?
1.5 മീറ്റർ ഡിസ്റ്റൻസ് മാറിയാണ് ഇരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് അത് തെറ്റാണ് ആ സ്റ്റേറ്റ്മെന്റ്. 2 മീറ്റർ അല്ല 1.5 മീറ്റർ. പിന്നെ റേക്കേഴ്സും ക്രോസ് ബ്രേസസും ഒക്കെ നമുക്കറിയാലോ, സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ്, സ്കഫോൾഡിങ്ങിന്റെ ഉറപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന നമ്പേഴ്സ് ആണ്. അത് കറക്റ്റ് ആണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സക്സസീവ് സ്റ്റാൻഡേർഡ്സ് ഇസ് അബൌട്ട് 1 മീറ്റർ. സ്റ്റാൻഡേർഡ്സ് എന്താണ്? സ്കഫോൾഡിങ്ങിലെ ഈ വെർട്ടിക്കൽ നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ്സിന്റെ സക്സസീവ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് 1 to 1.5 മീറ്റർ അല്ല, 2 to 2.5 മീറ്റർ. അപ്പൊ അതും തെറ്റാണ്. അപ്പൊ ആൻസർ ഏതൊക്കെയാ കറക്റ്റ് വരുന്നത്? 1ഉം 3ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്, 1 and 3. സോ ആൻസർ ഡി ആണ് കറക്റ്റ് ആയിട്ട് ഉള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹാർഡ് ഫൈബ്രസ് ടിഷ്യൂ that usually found in the stems, branches and roots of a tree is called. ഹാർഡ് ഫൈബ്രസ് ടിഷ്യൂ that usually found in the stems, branches and roots of a tree. ഒരു ട്രീയുടെ സ്റ്റെമ്മിലും ബ്രാഞ്ചിലും റൂട്ട്സിലും ഒക്കെ കാണപ്പെടുന്ന ഹാർഡ് ഫൈബ്രസ് ടിഷ്യൂവിനെ വിളിക്കുന്ന പേരെന്താണ്? ടിംബർ, ലംബർ, വുഡ്, കോർ. വിളിക്കുന്ന പേരാണ് വുഡ് എന്നാണ് നമ്മൾ വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Crushing of fibers running transversely during the growth of tree due to strong winds. നാച്ചുറൽ ഫോഴ്സസിൽ വരുന്നൊരു ഡിഫക്റ്റ് ആണ്. സ്ട്രോങ് വിൻസിന്റെ ഫലമായിട്ട് ക്രഷിംഗ് ഓഫ് ഫൈബേഴ്സ് റണ്ണിങ് ട്രാൻസ്വേഴ്സ്ലി, ആ ഒരു ഡിഫക്ട്സിനെ വിളിക്കുന്ന പേരെന്താണ്? അപ്സെറ്റ്, എൻഡ് സ്പ്ലിറ്റ്, ട്വിസ്റ്റഡ് ഫൈബർ, റിംഗ്ഡ് ഗേൾസ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഡിഫക്റ്റുകൾ. ഒന്നാമത് അപ്സെറ്റ്. ഓക്കെ, അപ്സെറ്റിന്റെ ഫിഗർ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതിനടുത്ത് എൻഡ് സ്പ്ലിറ്റ് ആണ് രണ്ടാമത് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത് ട്വിസ്റ്റഡ് ഫൈബർ, അടുത്തത് റിംഗ്ഡ് ഗേൾസ്. ഓക്കെ, ആൻസർ വരുന്നത് ക്രഷിംഗ് ഓഫ് ഫൈബേഴ്സ് റണ്ണിങ് ട്രാൻസ്വേഴ്സ്ലി ഡ്യൂറിംഗ് ഗ്രോത്ത് ഓഫ് ട്രീ എന്ന് പറയുന്നത് അപ്സെറ്റ്സ് ആണ് ആൻസർ. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ആഫ്റ്റർ IS 14315 1995 മാക്സിമം തിക്നെസ് ഓഫ് കൊമേഴ്ഷ്യൽ വെനീർ ഷോൺ. നമ്മൾ ഓൾറെഡി ഇതുപോലൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതാണ്. വെനീറിന്റെ തിക്നെസിന്റെ റേഞ്ച് വരുന്നത് 0.4 to 6 മില്ലിമീറ്റർ വെനീറുകൾ. വെനീറിന്റെ മാക്സിമം തിക്നെസ് എത്രയാണ് വരുന്നത്? 6 mm ആയിരിക്കും വെനീറിന്റെ മാക്സിമം തിക്നെസ് വരുന്നത്. 6 mm ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇത്രയും ക്വസ്റ്റ്യൻസ് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത സെക്ഷനും മാക്സിമം നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തന്നെ നോക്കുക. കാരണം നമ്മുടെ എക്സാം അടുക്കും തോറും നമുക്ക് കിട്ടുന്ന കുറച്ച് ഒരു ഇതാണ് എന്താ പറയുന്നത്, ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഒക്കെ. ഓക്കെ, അത് മാക്സിമം പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ ഓക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഒക്കെ ഒരു ബെറ്റർ ആയിട്ടൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബിൽഡിംഗ് ക്ലാസിഫിക്കേഷനിൽ ഒരു നെയിം മനസ്സിലായില്ല, ഒന്നുകൂടെ പറയാമോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല.